അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അതായത് എന്താണ് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ നേച്ചർ, സ്വഭാവം. സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത്. അത് കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ടോപ്പിക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരാണ്ട് പിന്നെ നമുക്ക് ഈ പോയിന്റുകൾ അനലൈസ് ചെയ്യാണ് വേണ്ടത്. ടീച്ചർ ഓരോ പോയിന്റുകളും എന്താ എന്ന് ഓരോ ഇതായിട്ട് സ്റ്റെപ്പായിട്ട് അനലൈസ് ചെയ്ത് തരാം കേട്ടോ. അവിടെ ശ്രദ്ധിക്കൂ, നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം. എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ മേജർ ടാസ്ക് ഫോർ ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് വാസ് നോട്ട് merely ടു അറ്റൈൻ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഫ്രം ദ ബ്രിട്ടീഷ് റൂൾ ബട്ട് ആൾസോ ടു ഡെവലപ്പ് എ മോഡേൺ നാഷൻ സ്റ്റേറ്റ്. അതായത് ഈ ടോപ്പിക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 187 പേജിലാണ് കിടക്കുന്നത്. അതിൻ്റെ അടിയിലുള്ള ചെറിയൊരു ഇതിനെക്കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. മുഴുവനായിട്ടും ബോർഡും എഴുതിയിട്ടിട്ടില്ല. കാരണം അതിന് ഒരുപാട് എഴുതാൻ നിൽക്കുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ നിങ്ങളെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബുക്ക് ഉണ്ടായിരിക്കും. നിങ്ങൾ അതിൽ പ്രധാനപ്പെട്ടൊക്കെ എഴുതിയിട്ടേ. ഇപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് എഴുതിയിട്ടത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയണത്. ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വരുമ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് പോയിന്റുകൾ വരുമ്പോൾ പോയിന്റാണ് ബോർഡുമ്പോൾ എഴുതിയിട്ട് അത് പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളെ കയ്യിലെ മെറ്റീരിയൽ നോക്കിയിട്ട് വേണം ക്ലാസ് കേൾക്കാൻ കേട്ടോ. പേജ് നമ്പർ 187, നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. The major task for the independence movement was not merely to attain political independence from the British rule but also to develop a modern nation state. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുക എന്നതായിരുന്നു. Major task for independence movement was not merely to attain political independence from the British rule but also to develop a modern nation state. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുക എന്നതാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ദ മേജർ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ദ മേജർ ടാസ്ക് ഫോർ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് മസ്റ്റ് നോട്ട് merely ടു അറ്റൈൻ പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഫ്രം ദ ബ്രിട്ടീഷ് റൂൾ ബട്ട് ആൾസോ ഡെവലപ്പ് എ മോഡേൺ നാഷൻ സ്റ്റേറ്റ്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുക മാത്രമല്ല, ഒരു ആധുനിക രാഷ്ട്രം രൂപപ്പെടുത്തുക എന്നതായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം, ടാസ്ക് എന്ന് പറയുന്നത് എന്താ? ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുക എന്നത് മാത്രമല്ല, ഒരു ആധുനിക രാഷ്ട്രം, ഒരു മോഡേൺ നാഷൻ കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഏതിൻ്റെ ലക്ഷ്യം? ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുക എന്നത് മാത്രമല്ല, ഒരു മോഡേൺ നാഷൻ സ്റ്റേറ്റ്, ഒരു ആധുനിക രാഷ്ട്രം രൂപപ്പെടുത്തുക എന്നതായിരുന്നു. We can say that some definitive steps in this direction were taken at the political level while others were at the economic level. അതേപോലെ തന്നെ പിന്നെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ദിശയിൽ ചില നിർദ്ദിഷ്ട നടപടികൾ രാഷ്ട്രീയ നിലയത്തിലും സാമ്പത്തിക രീതിയിലും എന്ത് ചെയ്യപ്പെട്ടു? സ്വീകരിക്കപ്പെട്ടു. We can say that some definitive steps in this direction were taken at the political level while others were at the economic level. ഈ ദിശയിൽ ചില നിർദ്ദിഷ്ട നടപടികൾ രാഷ്ട്രീയ നിലയിലും സാമ്പത്തിക നിലയിലും സ്വീകരിക്കപ്പെട്ടു. അപ്പോൾ വെറും ഒരു ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, ഒരു മോഡേൺ നാഷൻ സ്റ്റേറ്റ് രൂപീകരിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ നിലയിലും ചില സാമ്പത്തിക നിലയിലും ചില കാര്യങ്ങൾ സ്വീകരിക്കപ്പെട്ടു. We can discuss both type of strategy followed India for nation building. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണത്തിനായി പ്രധാനമായും 2 തരത്തിലുള്ള തന്ത്രങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും ചില തന്ത്രങ്ങളാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏതൊക്കെയാണ്? സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവല്,
അതിൽ വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യലിസ്റ്റ് പാറ്റേണും. പിന്നെ സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ. അപ്പോൾ നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുക എന്നത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. സാമ്പത്തിക ലെവലിലും സാമ്പത്തിക രീതിയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലും നോക്കുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാക്കുക എന്നതായിരുന്നു. ഇന്ത്യയിൽ ഒരു രാഷ്ട്ര നിർമ്മാണത്തിനായിട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അങ്ങനെ രാഷ്ട്ര നിർമ്മാണത്തിനായിട്ട് 2 തന്ത്രങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഏതൊക്കെയാണ് ആ 2 തന്ത്രങ്ങൾ? സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവലും സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവലും. ആ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവലിൽ വരുന്നതാണ് ദ കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യലിസ്റ്റ് പാറ്റേണും. അപ്പോൾ നമുക്കിനി സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്താ എന്ന് നോക്കാം. Strategy at the political level. The political organization which was carrying out the activity of nation building in India was mainly the Indian National Congress Party. The political party consisted of diverse section of population and activist in some cases with a diametrically opposite political ideology. അതായത് രാഷ്ട്രീയ നിലയിലെ തന്ത്രം എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വിച്ച് വാസ് ക്യാരിയിങ് ഔട്ട് ദ ആക്ടിവിറ്റി ഓഫ് നാഷൻ ബിൽഡിംഗ് ഇൻ ഇന്ത്യ വാസ് മെയിൻലി ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യയിൽ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? ക്യാരിയിങ് ഔട്ട്, ഇന്ത്യയിലെ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം ഒരു ക്യാരിയിങ് ഔട്ട് ചെയ്ത രാഷ്ട്രീയ സംഘടന പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയായിരുന്നു. അപ്പോൾ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ നിലയിലെ തന്ത്രം എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം ക്യാരി ഔട്ട് ചെയ്ത രാഷ്ട്രീയ സംഘടന പ്രധാനമായും ഏതായിട്ടാണ് അറിയപ്പെടുന്നത്? ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ ക്യാരിയിങ് ഔട്ട് ചെയ്ത ഒരു പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ സംഘടന പ്രധാനമായും ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. This political party consisted of diverse section of population and activities in some cases with diametrically opposite political ideology. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങളും പ്രവർത്തകരും ചേർന്നുണ്ടായ ഒരു സംഘടനയായിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഉണ്ടായതാണ്? പല വിഭാഗത്തിലുള്ള ആളുകളും പ്രവർത്തകരും പല വിഭാഗത്തിലുള്ള ദിസ് പൊളിറ്റിക്കൽ പാർട്ടീസ് കൺസിസ്റ്റഡ് ഓഫ് ഡൈവേഴ്സ് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ആക്ടിവിറ്റി ഇൻ സം കേസ്. അതായത് ഈ രാഷ്ട്രീയ പാർട്ടി വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങളും പ്രവർത്തകരും ചേർന്നുണ്ടായ ഒരു സംഘടനയായിരുന്നു. വിവിധ വിഭാഗത്തിലുള്ള പാർട്ടികളും അതേപോലെ തന്നെ ജനങ്ങളും ചേർന്നുള്ള ഒരു സംഘടനയായിട്ടാണ് ഇതിനെ കാണുന്നത്? ഇന്റർനാഷണൽ കോൺഗ്രസിനെ കാണുന്നത്. അതേപോലെ തന്നെ the members of the Congress party belonged to different strata of society, from the so-called untouchable on the hand and to the Brahmin and Thakur on the other. അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ വ്യത്യസ്ത സാമൂഹിക നിലകളിൽപ്പെട്ടവരാണ്. ഒരു വശത്ത് അവർ അൺടച്ചബിൾ എന്ന് വിളിക്കപ്പെടുന്ന സമൂഹങ്ങളിൽപ്പെട്ടവരും, മറുവശത്ത് ബ്രാഹ്മണരും ഠാക്കൂർ വിഭാഗക്കാരും, അങ്ങനെ അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി, അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയിൽ പല വിധത്തിലുള്ള പാർട്ടികളും അംഗങ്ങളും ചേർന്നതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയുള്ള ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത്? കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ വ്യത്യസ്ത സമൂഹത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഒരു വശത്ത് എങ്ങനെയുള്ള ആളുകളാണ്? അൺടച്ചബിൾ പീപ്പിൾ. കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിഭാഗത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയിലുള്ള ആളുകളും, ചില ആളുകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മറുവശത്ത് ബ്രാഹ്മണരും, അതേപോലെ തന്നെ തക്കൂർ ഓൺ ദ അതർ, അതേപോലെ തന്നെ ഠാക്കൂർ വിഭാഗക്കാരും, അതേപോലെ ദർ വാസ് ദോസ് ഹൂ for to Marxism and some others who wanted Hindu Rashtra and yet others who wanted to promote Islamic nationalism. അതേപോലെ തന്നെ
പിന്നെന്താണ് പറയുന്നത്, മറുവശത്ത് ബ്രാഹ്മണരെ, ഠാക്കൂർ വിഭാഗക്കാരെ ചിലർ മാർക്സിസത്തിൽ വിശ്വസിച്ചപ്പോൾ ചിലർ ഹിന്ദു രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിലുള്ള ആളുകൾ എങ്ങനെയൊക്കെയുള്ളവരായിരുന്നു? ചില ആളുകൾ തൊട്ടുകൂടായ്മയിൽപ്പെട്ടവരായിരുന്നു, ചില ആളുകൾ ബ്രാഹ്മണരായിട്ടുള്ള ആളുകളായിരുന്നു, ചില ആളുകൾ ഠാക്കൂർ വിഭാഗമായിരുന്നു, ചില ആളുകൾ മാർക്സിസത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു, ചിലർ ഹിന്ദുരാഷ്ട്രം വേണമെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. അങ്ങനെ ചില ആളുകൾ ഇസ്ലാമിക ദേശീയതയെ പിന്തുണച്ച്. അങ്ങനെ ഇവിടെ പലതരത്തിലുള്ള വൈവിധ്യം നിറഞ്ഞ ആളുകളാണ് ഏതിലുണ്ടായിരുന്നത്, ഈ ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നത്. സച്ച് ഡൈവേഴ്സിറ്റി വാസ് നോട്ട് ആക്സിഡന്റൽ. അപ്പോൾ ഇവിടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് യാദൃച്ഛികമല്ല. പിന്നെ എങ്ങനെയാണ്, such diversity was not accidental. The leaders of the party were drawn from the urban professional classes. ഇവിടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് യാദൃച്ഛികമല്ല. കാരണം പാർട്ടി നേതാക്കൾ നഗരപ്രദേശങ്ങളിലെ പ്രൊഫഷണൽ വിഭാഗങ്ങളിലും പെട്ടവരായിരുന്നു. അപ്പോൾ ഇവിടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിന് അത്ഭുതപ്പെടാനില്ല. അത് ഒരു നോട്ട് ആക്സിഡന്റൽ, അതൊരിക്കലും നോട്ട് ആക്സിഡന്റൽ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ ആരും ഉണ്ടായിരുന്നു ഈ വിഭാഗത്തിൽ, നഗരമേഖലയിലെ പ്രൊഫഷണൽ ക്ലാസ്സസും വിഭാഗത്തിൽപ്പെട്ടവരും ഏതിലുണ്ടായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എന്താണ് വിശ്വസിച്ചത്? ദേ വേർ കൺവിൻസ്ഡ് ദാറ്റ് നാഷൻ ബിൽഡിംഗ് വാസ് ഇമ്പോർട്ടൻറ്റ് ആസ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ പല തലത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ പിന്നെ നഗരത്തിൽപ്പെട്ട പ്രൊഫഷണലേഴ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായതുകൊണ്ട് ഇതിനെ ഡൈവേഴ്സിഫൈഡ് എന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല രാഷ്ട്ര നിർമ്മാണം, രാഷ്ട്ര സ്വാതന്ത്ര്യത്തിനൊപ്പം അത് തന്നെ പ്രധാനമാണെന്ന് അവർ വിശ്വസിച്ചു. They were convinced that nation building was an important as political independence. അതായത് രാഷ്ട്ര നിർമ്മാണം, നാഷണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനപ്പുറവും പ്രധാനമാണ് എന്നാണ് ആര് വിശ്വസിച്ചത്? ഈ ആളുകൾ, ഇന്റർനാഷണൽ കോൺഗ്രസ്സിലുള്ള ഈ ആളുകളൊക്കെ വിശ്വസിച്ചത്. സ്വാതന്ത്ര്യത്തിനെക്കാട്ടിലും വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? നാഷണൽ ബിൽഡിംഗ് എന്ന്, രാഷ്ട്ര നിർമ്മാണം എന്ന് അവർ വിശ്വസിച്ചു. അതിനാൽ hence the major thrust of their political activity was to bring together as many diverse groups as possible. The same them is also visible in the politics after independence of India. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പരമാവധി വിഭാഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരികയായിരുന്നു ഇവരുടെ ലക്ഷ്യം. അങ്ങനെ സ്വാതന്ത്ര്യാനന്തര കാലത്തെ രാഷ്ട്രീയത്തിലും ഇതേ സ്വഭാവം കാണാം. അപ്പോൾ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വിച്ച് വാസ് ക്യാരിയിങ് ഔട്ട് ദ ആക്ടിവിറ്റി ഓഫ് നാഷണൽ ബിൽഡിംഗ് ഇൻ ഇന്ത്യ. അതായത് കോൺഗ്രസ് പാർട്ടിയിലെ അംഗങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനം ഒരു ക്യാരി ഔട്ട് ചെയ്ത രാഷ്ട്രീയ സംഘടന പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. അപ്പോൾ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. മാത്രമല്ല ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ഈ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന് കൂടുതൽ ശ്രദ്ധ പുലർത്തിയത്. അങ്ങനെ ഇന്റർനാഷണൽ കോൺഗ്രസ്സിൽ എല്ലാ വിഭാഗത്തിലുള്ള അംഗങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അതിനെ ഡൈവേഴ്സിഫൈഡ് എന്ന് പറയുന്നതിന് അത്ഭുതപ്പെടേണ്ടതില്ല. മാത്രമല്ല സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാട്ടിൽ നമുക്ക് ആവശ്യം എന്താണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്? രാഷ്ട്രത്തെ പുനർനിർമ്മാണം നടത്തുക എന്നതാണ് പ്രധാനമായിട്ടും വേണ്ടത് എന്നാണ് വ്യക്തമാക്കിയത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം രാഷ്ട്രത്തെ എങ്ങനെ, അതിനാൽ അവർ നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം പല സമൂഹത്തിലുള്ള ആളുകളെയും അതിൽ ഉൾക്കൊള്ളിക്കുക. അങ്ങനെ സ്വാതന്ത്ര്യാനന്തര കാലത്തെ രാഷ്ട്രീയത്തിലും ഇതേ സ്വഭാവമാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലായി
ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതിനേക്കാൾ എന്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്? രാഷ്ട്ര നിർമ്മാണത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് അതിലെടുക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് എന്ന് നോക്കൂ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ adopted in 1915 was the first attempt at nation building. We have a written constitution which is a comprehensive document. It provides the foundation or the design of the government. Let us see what this design is. 1950 സ്വീകരിച്ച ഇന്ത്യയുടെ ഭരണഘടന രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ആദ്യ ശ്രമമായിരുന്നു. 1950 സ്വീകരിച്ച ഇന്ത്യയുടെ ഭരണഘടന രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ആദ്യ ശ്രമമായിരുന്നു. സമഗ്രമായ ഒരു രേഖയായിരുന്നു. ഒരു എഴുതപ്പെട്ട ഭരണഘടന നമുക്കുണ്ട്. അത് സർക്കാർ സംവിധാനത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ രൂപകൽപ്പന നൽകുന്നു. ഈ രൂപകൽപ്പന എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. But the Constitution of India adopted in 1915. 1950 രൂപീകരിച്ച ഇന്ത്യൻ ഭരണഘടന രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ആദ്യ ശ്രമമായിരുന്നു. മാത്രമല്ല അത് എങ്ങനെയുള്ളതാണ്? ഹാവ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊരു സമഗ്രമായ എഴുതപ്പെട്ട രേഖയായിരുന്നു. അത് സമഗ്രമായി എഴുതപ്പെട്ട ഭരണഘടനയാണ് നമുക്കുള്ളത്. അത് സർക്കാർ സംവിധാനത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ രൂപകൽപ്പന നൽകുന്നു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ പറയുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് രാഷ്ട്ര നിർമ്മാണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം പിന്തുണ നൽകുന്നുണ്ട് എന്നൊക്കെയാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. നോക്കൂ അടുത്ത പാരഗ്രാഫിൽ. The federal government in India implies that authority is divided between the center and the state. The Constitution has established a parliamentary system of government at both the center and the state. ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണസങ്കല്പമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഒരു വ്യക്തമായ ഭരണഘടന ഉണ്ട്. 1950 ആ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? അതൊരു എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണസങ്കല്പമാണ്. ഇന്ത്യ ആസ് എ ഫെഡറൽ ഗവൺമെൻറ്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണസങ്കല്പമാണ്. A federal government in India implies that authority is divided between central and state. ഫെഡറൽ സർക്കാർ എന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തമ്മിൽ അധികാരം പങ്കിടുന്നു. എന്താണ് ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ച് ഭരണം നടത്തുന്ന സംവിധാനത്തെയാണ് എന്ത് പറയുന്നത്? ഫെഡറൽ ഗവൺമെൻറ്. ഫെഡറൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം. കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. ആ കേരളത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒരുമിച്ച് ഭരണം നടത്തുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഫെഡറേഷൻ അഥവാ ഫെഡറൽ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണസങ്കല്പമാണ്. മാത്രമല്ല ഫെഡറൽ സർക്കാർ എന്നതിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തമ്മിൽ ഒരുപോലെ അധികാരം പങ്കിടുന്നു. The Constitution has established a parliamentary system of government at both the center and the state. ഭരണഘടന കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമായി പാർലമെന്റ് രീതിയിലുള്ള ഭരണ സംവിധാനമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. The Constitution has established parliamentary system of government at both the center and the state. ഭരണഘടന കേന്ദ്രത്തിലും സ്റ്റേറ്റിലുമായിട്ട് എങ്ങനത്തെ ഭരണ സംവിധാനമാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഒരു പാർലമെന്ററി ഭരണ സംവിധാനമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. The word parliament has different connotation, the important ones being that it is an assembly of representative of the people and it is a body of persons gathered for discussion. In our context, Parliament refers to the legislative organ of the government. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഭരണഘടന കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമായി ഒരു പാർലമെന്റ് രീതിയിലുള്ള ഭരണ സംവിധാനമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പാർലമെന്റ് എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്.
പ്രധാനപ്പെട്ടത് അത് ജനങ്ങളുടെ പ്രതിനിധികൾ ചർച്ചയ്ക്കായി ഒത്തുകൂടുന്ന ഒരു സഭ എന്നതാണ്. ഇപ്പൊ പാർലമെന്റ് എന്നതിന് ഒരുപാട് മീനിങ്സ് ഉണ്ട്. പ്രധാനമായിട്ടും അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ പ്രതിനിധികൾ ഒന്നിച്ചു കൂടുന്ന, ചർച്ചയ്ക്കായി ഒന്നിച്ചു കൂടുന്ന ഒരു സഭയാണ്. ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ, ഇറ്റ് ഈസ് ബോഡി ഓഫ് പേഴ്സൺ ഗാദേർഡ് ഫോർ ഡിസ്കഷൻ. പല ചർച്ചകൾക്കും വേണ്ടി ജനപ്രതിനിധികൾ ഒന്നിച്ചു കൂടുന്ന സഭയെയാണ് എന്ത് പറയുന്നത്? പാർലമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാഹചര്യത്തിൽ പാർലമെന്റ് സർക്കാർ പ്രവർത്തനത്തിന്റെ നിയമനിർമ്മാണ ശാഖ എന്ന് സൂചിപ്പിക്കുന്നു. In our context, Parliament refers to the legislative organ of the government. നമ്മുടെ സാഹചര്യത്തിൽ പാർലമെന്റ് സർക്കാർ പ്രവർത്തനത്തിന്റെ നിയമനിർമ്മാണ ശാഖയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്? പാർലമെന്റിനെ കണക്കാക്കുന്നത്. അപ്പൊ പാർലമെന്റിനെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ സാഹചര്യത്തിൽ പാർലമെന്റ് സർക്കാർ പ്രവർത്തനത്തിന്റെ ഒരു നിയമനിർമ്മാണ ശാഖയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്? പാർലമെന്റിനെ കണക്കാക്കുന്നത്. The President is the constitutional head of the country and the Council of Ministers headed by the Prime Minister. President രാജ്യത്തിന്റെ ഭരണഘടനാപരമായ തലവനാണ്. The President is the constitutional head of the country and the Council of Ministers headed by the Prime Minister. President എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള തലവനാണ്. മന്ത്രിസഭയെ പ്രധാനമന്ത്രി നയിക്കുന്നു. ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് ദ എക്സിക്യൂട്ടീവ് വിച്ച് റെസ്പോൺസിബിൾ ടു ദ ലോകസഭ. മന്ത്രിസഭയെ ആരാണ് നയിക്കുന്നത്? പ്രധാനമന്ത്രി നയിക്കുന്നു. അത് മാത്രമല്ല, പ്രൈം മിനിസ്റ്റർ ഈസ് ദ ഹെഡ് ഓഫ് എക്സിക്യൂട്ടീവ് വിച്ച് റെസ്പോൺസിബിൾ ഓഫ് ദ ലോകസഭ. ദ പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് പ്രസിഡന്റ് ആൻഡ് 2 houses, namely കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, രാജ്യസഭ ആൻഡ് ഹൗസ് ഓഫ് ദ പീപ്പിൾ, ലോകസഭ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? പ്രസിഡന്റ് രാജ്യത്തിന്റെ ഭരണഘടനാപരമായ തലവനാണ്. മന്ത്രിസഭയെ നയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ലോകസഭയില് മുന്നില് ആണ് ആരുണ്ടായിരിക്കുക? പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക. എന്നാൽ പാർലമെന്റ് രാഷ്ട്രപതിയെ 2 സഭകളെയും, അതായത് സംസ്ഥാന സഭ രാജ്യസഭയും ജനസഭ ലോകസഭയും, അപ്പോൾ 2 സഭയെയും നിയന്ത്രിക്കുകയും അവർക്ക് ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? ഈ 2 ലോകസഭയ്ക്കാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും 2 സഭകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പലതരത്തിലുള്ള ബില്ലുകൾ പാസ്സാക്കുന്നതും ഭേദഗതി വരുത്തുന്നതിനൊക്കെ ഉള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആർക്കാണ്? പ്രസിഡന്റിനായിരിക്കും. മന്ത്രിമാരെ നയിക്കുക എന്നത് മാത്രമാണ് ആരുടെ ഉത്തരവാദിത്വം? പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു പാരഗ്രാഫിൽ, സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത പാരഗ്രാഫ്, അതായത് അതിൻ്റെ 3ാമത്തെ പാരഗ്രാഫിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. In the state council, ministers headed by the chief minister who is responsible to the legislative assembly. സംസ്ഥാനങ്ങളിൽ in the state the council of ministers is headed by the chief ministers who is responsible to the legislative assembly. സംസ്ഥാനങ്ങളിൽ മന്ത്രിസഭയുടെ തലവൻ ചീഫ് മിനിസ്റ്റർ ആണ്, മുഖ്യമന്ത്രിയാണ്. മാത്രല്ല എവരി സ്റ്റേറ്റ് ഹാസ് ലെജിസ്ലേച്ചർ, അദ്ദേഹം നിയമസഭയ്ക്ക് ഉത്തരവാദിയാണ്. നിയമസഭയുടെ നിയന്ത്രണവും ഓരോ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്ക് നേതൃത്വം കൊടുക്കുകയും ഉപദേശം കൊടുക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്, അതായത് മുഖ്യമന്ത്രിമാരാണ്. മാത്രമല്ല അദ്ദേഹം നിയമസഭയുടെ ഉത്തരവാദിയുമാണ്. അതായത് നിയമസഭയിൽ ആർക്കാണ് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുക? ചീഫ് മിനിസ്റ്റർക്കായിരിക്കും കേട്ടോ. എവരി സ്റ്റേറ്റ് ഹാസ് എ ലെജിസ്ലേച്ചർ. അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിനും ഓരോ നിയമനിർമ്മാണ സഭയുണ്ടായിരിക്കും. എവരി സ്റ്റേറ്റ് ഹാസ് എ ലെജിസ്ലേച്ചർ. സം സ്റ്റേറ്റ് ഹാവ് 1 house while others have 2. പിന്നെ എന്താ അവിടെ പറയുന്നത്? ഓരോ സംസ്ഥാനത്തിനും ഒരു നിയമനിർമ്മാണ സഭയുണ്ട്. ചില സംസ്ഥാനങ്ങൾക്ക് ഒരു സഭ മാത്രമേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ അത് 2 സഭകളുണ്ടായിരിക്കാം. അപ്പോൾ എവരി സ്റ്റേറ്റ് ഹാസ് എ ലെജിസ്ലേച്ചർ, എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭ ഉണ്ടായിരിക്കും. സം സ്റ്റേറ്റ് ഹാവ് 1 house, ചില സംസ്ഥാനങ്ങളിൽ ഒരൊറ്റ ഹൗസ് ആണെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ അത് 2 ഉണ്ടായിരിക്കും. പിന്നെന്താണ് പറയുന്നത്? where there is 1 house it is known legislative assembly. അതേപോലെ ഒരു സഭ മാത്രം ഉള്ളിടത്ത് അതിനെ ലെജിസ്ലേറ്റീവ് അസംബ്ലി.
വിധാൻ സഭ എന്നറിയപ്പെടുന്നു. ഒരു നിയമസഭ മാത്രമല്ല സ്റ്റേറ്റിന് വിധാൻ സഭ അഥവാ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നറിയപ്പെടും. ടു ഹൗസസ് ഈസ് കാൾഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻ പരിഷത്ത് എന്നറിയപ്പെടും. എന്നാൽ രണ്ട് നിയമനിർമ്മാണ സഭ ഉണ്ടെങ്കിൽ അതിന് എന്താ അറിയപ്പെടുക? വിധാൻ പരിഷത്ത് അഥവാ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നറിയപ്പെടും. അപ്പൊ എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് സംസ്ഥാനങ്ങളിലെ കാര്യമാണ് പറയണത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു നിയമസഭ ഉണ്ടായിരിക്കും. അതിൻ്റെ തലവൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. ഈ നിയമസഭ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒരു നിയമസഭ മാത്രം ഉണ്ടായിരിക്കുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ വിധാൻ സഭ എന്നാണ്. ഒരു സഭ മാത്രമുള്ളിടത്ത് അതിന് ലെജിസ്ലേറ്റീവ് അസംബ്ലി അഥവാ വിധാസഭ എന്നാണ് അറിയപ്പെടുക. എന്നാൽ രണ്ട് നിയമനിർമ്മാണ സഭകൾ ഉണ്ടെങ്കിൽ അതിന് എന്ത് പറയും? ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻ പരിഷത്ത് എന്നാണ് അറിയപ്പെടുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇനി ഇന്ത്യ ഈസ് എ പാർലമെന്ററി ഡെമോക്രസി. ദിസ് മീൻസ് ദാറ്റ് ദ ഗവൺമെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം പബ്ലിക് ഒപ്പീനിയൻ. ഇന്ത്യ ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. അതായത് സർക്കാർ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യ രാജ്യമാണ്. അതായത് സർക്കാർ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നാണ് രൂപം കൊള്ളുക. ഇന്ത്യ ഈസ് എ പാർലമെന്ററി ഡെമോക്രസി ആൻഡ് ദ മീൻസ് ദാറ്റ് ദ ഗവൺമെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ പബ്ലിക് ഒപ്പീനിയൻ. It requires political party ruled by the majority and a responsible government without discussion. അതേപോലെ തന്നെ ഇതിന് രാഷ്ട്രീയ പാർട്ടികളും ഭൂരിപക്ഷ ഭരണവും ഉത്തരവാദിത്തമുള്ള സർക്കാർ സംവിധാനവും ആവശ്യമാണ്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. അതുകൊണ്ട് അതിന് സർക്കാർ ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ഇതിന് രാഷ്ട്രീയ പാർട്ടികളും ഭൂരിപക്ഷ ഭരണവും എല്ലാം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടികൾ എന്തൊക്കെയെന്ന് നോക്കാം. ബൈ വേ ഓഫ് അതായത് ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ 4ാമത്തെ പാരഗ്രാഫ് ആട്ടോ പറയുന്നത്. ബൈ വേ ഓഫ് ബിൽഡിംഗ് അപ്പ് യുണൈറ്റഡ് നാഷൻ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൾസോ ലേസ് ഡൗൺ എമംഗ് അതർ തിങ്സ് സം ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഒരു ഏകീകൃത രാഷ്ട്രരാജ്യം നിർമ്മിക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്കായി ചില മൂലധർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നു. ഒരു ഏകീകൃത രാഷ്ട്രം, ഒരു യുണൈറ്റഡ് നാഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടി ചില ഫണ്ടമെന്റൽ ഡ്യൂട്ടികൾ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഡ്യൂട്ടികൾ എന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, എബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഈസ് ഐഡിയൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയും അതിൻ്റെ ആശയങ്ങളും സ്ഥാപനങ്ങളും ദേശീയ പതാകയും ദേശീയ ഗീതവും ആദരിക്കുക. Abide by the constitution, respect its ideal and institution, national flag and national anthem. ഭരണഘടനയും അതിൻ്റെ ആശയങ്ങളും സ്ഥാപനങ്ങളും ദേശീയ പതാകയും ദേശീയ ഗീതവും ആദരിക്കുക. 2. To promote harmony and the spirit of common brotherhood amongst all people of India. സൗഹൃദവും ഇന്ത്യയിലെ എല്ലാവരുടെയും തമ്മിലുള്ള സ്നേഹ ആദരവും പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് ഹാർമണി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് കോമൺ ബ്രദർഹുഡ് എമംഗ്സ്റ്റ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ. ടു പ്രൊമോട്ട് ഹാർമണിയാണ് സൗഹൃദവും, അതേപോലെ തന്നെ എല്ലാവരും സഹോദരന്മാരാണ് എന്ന ചിന്ത പ്രോത്സാഹിപ്പിക്കുക. സി. ടു പ്രൊമോട്ട് നാച്ചുറൽ എൻവയോൺമെന്റ്. പ്രകൃതിദത്ത പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ടു പ്രൊമോട്ട് നാച്ചുറൽ എൻവയോൺമെന്റ്. ആൻഡ് ഡി. ടു ഡെവലപ്പ് സയന്റിഫിക് ടെമ്പർ. ശാസ്ത്രീയ ചിന്തയെയും മാനവികയെയും. ടു സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റീഫോം. ശാസ്ത്രീയ ചിന്തയെയും മാനവികതയെയും മനോഭാവത്തെയും പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക. ശാസ്ത്രീയമായിട്ടുള്ള ചിന്തയെയും മനോഭാവത്തെയും പരിഷ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, വാല്യൂ ആൻഡ് പ്രിസർവ് ദ റിച്ച് ഹെറിറ്റേജ് ഓഫ് അവർ കോമ്പോസിറ്റ് കൾച്ചർ. നമ്മുടെ ഭിന്ന സാംസ്കാരിക പൈതൃകത്തെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഭരണഘടനയുടെ എന്തായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്താണെന്ന് ടീച്ചർ പറഞ്ഞു തന്നു. അതിൽ വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലും വരുന്ന കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് തന്നു. ഇനി അതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ലൈവ് ക്ലാസ് കയറുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കഷൻ നടത്താം.
അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് സോഷ്യലിസ്റ്റ് പാറ്റേൺ ആണ്. വാട്ട് ഈസ് മീൻ ബൈ സോഷ്യലിസ്റ്റ് പാറ്റേൺ? എന്താണ് സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്നാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ അടുത്തതായിട്ട് ഈ സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്തായെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം. എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ടീച്ചർ അതിൽ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്താന്ന് പറഞ്ഞു തന്നിരുന്നു, കോൺസ്റ്റിറ്റ്യൂഷനും എന്താന്ന് പറഞ്ഞു തന്നിരുന്നു. ഇനി നമ്മൾക്ക് അതിലെടുക്കാനുള്ളതാണ് എന്ത് ദ സോഷ്യലിസ്റ്റ് പാറ്റേൺ. അപ്പോൾ കുട്ടികളെ നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം നമ്മൾ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ എന്താന്ന് മനസ്സിലാക്കി, അതിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് മനസ്സിലാക്കി. നെക്സ്റ്റ് ടോപ്പിക്കാണ് സോഷ്യലിസ്റ്റ് പാറ്റേൺ. സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹികമായിട്ടുള്ള പാറ്റേണുകൾ. ആ സാമൂഹികമായ പാറ്റേണുകളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. സോഷ്യലിസ്റ്റ് പാറ്റേൺ ടീച്ചർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടിട്ടില്ല, പക്ഷേ ടെസ്റ്റിൽ നിന്ന് നന്നായി നമ്മൾ പറഞ്ഞു തരും. അപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ സ്റ്റഡി മെറ്റീരിയലിലോ ടെസ്റ്റിലോ നോക്കുക. പേജ് നമ്പർ 189. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം. അതിൽ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവലും ദ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ എടുത്ത് കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ പറയുന്നത് സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ സോഷ്യലിസ്റ്റ് പാറ്റേൺ? ഇത് അഡോപ്ഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ഇൻ ഓർഡർ ടു കർബ് ഓർ റെഡ്യൂസ് ഇൻഇക്വാലിറ്റി ഇൻ സൊസൈറ്റി കോൺസ്റ്റിറ്റ്യൂട്ടർ അനദർ അറ്റംപ്റ്റ് ഓഫ് ദ ഇന്ത്യൻ പൊളിറ്റി ടുവാർഡ് നേഷൻ ബിൽഡിംഗ്. അതായത് ദ അഡോപ്ഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ഇൻ ഓർഡർ ടു കർബ് ഓർ റെഡ്യൂസ് ഇൻഇക്വാലിറ്റി in society constituted another attempt of the Indian polity toward nation building. അതായത് സമൂഹത്തിൻ്റെ അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനായി സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിച്ചത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ മറ്റൊരു നാഷൻ ബിൽഡിംഗ് ശ്രമമായിരുന്നു. അപ്പം രാജ്യത്തിൻ്റെ നാഷൻ ബിൽഡിംഗ് ശ്രമം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ പുനഃസൃഷ്ടിക്കുക, രാജ്യത്തിന് രാജ്യനിർമ്മാണം നടത്തുക. അതായത് അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് മാതൃകയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരാൻ വേണ്ടി സമൂഹത്തിലെ സൊസൈറ്റിയിലെ ഇൻഇക്വാലിറ്റി കുറയ്ക്കുന്നതിനായി ഒരു സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിച്ചത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെ മറ്റൊരു രാജ്യനിർമ്മാണ ശ്രമമായിരുന്നു. അപ്പോൾ സോഷ്യലിസ്റ്റ് മാതൃക എന്നതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിലെ ഇൻഇക്വാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനായി സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിച്ചത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ മറ്റൊരു നാഷൻ ബിൽഡിംഗ് ആയിരുന്നു, ഒരു രാജ്യ നിർമ്മാണ ശ്രമമായിരുന്നു. ദിസ് ടു ഹെൽപ്പ് ടു കണ്ടെയ്ൻ ഡിവിസീവ് ടെൻഡൻസീസ്. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് വിഭജന പ്രവണതകൾ കുറയ്ക്കാനും സഹായിച്ചു. അപ്പൊ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാതിരിക്കാൻ, പാർട്ടീഷൻ ചെയ്യാതിരിക്കാൻ ഈ ഒരു നാഷൻ ബിൽഡിംഗ് കൊണ്ടുവന്നത് എന്തിനുള്ള ശ്രമമാണ്? ഭരണ സംവിധാനത്തെ തുല്യമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു. അപ്പൊ സമൂഹത്തിലെ അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനായി സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിച്ചത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിലെ ഒരു നാഷൻ ബിൽഡിങ്ങിന്റെ ശ്രമമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കുറയ്ക്കാൻ സഹായിച്ചു? അത് ദിസ് ടു ഹെൽപ്ഡ് ടു കണ്ടെയ്ൻ ഡിവിസീവ് ടെൻഡൻസി. ഡിവിസീവ് ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ വിഭജന പ്രവണതകൾ കുറയ്ക്കാൻ അത് സഹായകമായി. ഡിവിസീവ് ടെൻഡൻസി പറഞ്ഞാൽ എന്താണ്? വിഭജന പ്രവണതകൾ. അപ്പൊ നമ്മുടെ രാജ്യത്തെ വിഭജിക്കുന്ന ആ ഒരു രീതി കുറയ്ക്കാൻ ഏത് സഹായകമായി? സമൂഹത്തിലെ അസമത്വങ്ങളും ആ വിഭജനവും കുറയ്ക്കാൻ സോഷ്യലിസ്റ്റ് മാതൃക സ്വീകരിച്ചത് സഹായകമായി എന്നാണ് ഇവിടെ പറയുന്നത്. The inclusion of as many segments of the population as possible was achieved by granting special privileges to the scheduled caste, the tribes, the backward classes, the other backward caste and the religious minority.
അതേപോലെ തന്നെ ഇനി എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ ഇൻക്ലൂഷൻ ഓഫ് മെനി സെഗ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻ, ജനസംഖ്യയിലെ എത്രയും കൂടുതൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താൻ പട്ടികജാതിക്കാർക്കും ഗോത്രവർഗക്കാർക്കും പിന്നോക്ക വർഗക്കാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തു. ദീസ് ടു ഹെൽപ്ഡ് ടു കണ്ടെയ്ൻ ഡിസീവ് ടെൻഡൻസി, അതായത് വിഭജന പ്രക്രിയയെ ഇല്ലാതാക്കാൻ കുറയ്ക്കാൻ ശ്രമിക്കുകയും ദ ഇൻക്ലൂഷൻ ഓഫ് ആസ് മെനി സെഗ്മെന്റ് ഓഫ് ദ പോപ്പുലേഷൻ ആസ് പോസിബിൾ വാസ് അച്ചീവ്ഡ് ബൈ ഗ്രാൻഡിംഗ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ദ ട്രൈബ്സ്, ദ ബാക്ക്വേർഡ് ക്ലാസസ്, അതർ ബാക്ക്വേർഡ് കാസ്റ്റ് ആൻഡ് റിലീജിയസ് മൈനോറിറ്റി. അതായത് ജനസംഖ്യയിലെ എത്രയും കൂടുതൽ വിഭാഗങ്ങളെ ഉൾപ്പെടുത്താൻ പട്ടികജാതിക്കാർക്കും ഗോത്രവർഗങ്ങൾക്കും പിന്നോക്ക വർഗക്കാർക്കും മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നടപ്പാക്കാൻ ഏതിലൂടെ സാധിച്ചു? സോഷ്യലിസ്റ്റ് പാറ്റേൺ ഇവിടെ നടപ്പാക്കിയത് കൊണ്ട് സഹായകമായി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ one of the remarkable features of the early phase was that despite the struggle for political power, political parties had no major definition regarding the thrust of politics. The thrust was to keep together diverse elements of the population and include the hetero-excluded category into mainstream of national politics. One of the remarkable features of the early phase എന്ന് പറയുന്നത് ആദ്യഘട്ട രാഷ്ട്രീയത്തിന്റെ ഒരു ശ്രദ്ധേയമായ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു. അപ്പൊ ആദ്യ കാലഘട്ടത്തില് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സവിശേഷത എന്താണ്? രാഷ്ട്രീയപരമായിട്ടുള്ള ഇന്നത്തെ പോലത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ എവിടെ ഉണ്ടായിരുന്നില്ല? രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യ കാലഘട്ടത്തില് രാഷ്ട്രീയത്തില് അങ്ങനെ ഒരു വേർതിരിവോ അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതയൊന്നും എവിടെ നിലനിന്നിരുന്നില്ല? രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജനങ്ങളുടെ വൈവിധ്യമാർന്ന വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തുകയും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രത്തിന്റെ പ്രധാന ധാരയിൽ ഉൾപ്പെടുത്തുകയുമായിരുന്നു ഉദ്ദേശം. അപ്പോൾ ആ പാരഗ്രാഫിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇഷ്യൂസുകളൊന്നും ആദ്യ കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എല്ലാ ജനങ്ങളുടെ വൈവിധ്യമാർന്ന വിഭാഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ തരത്തിലും ഡൈവേഴ്സിഫൈഡ് ആണ് അല്ലെ. ഭാഷയിലായാലും ലാംഗ്വേജിലായാലും കാസ്റ്റിലായാലും റിലീജിയനിലായാലും അതേ ഡ്രസ്സിങ്ങിലായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഫറൻറ്റ് ആണ്. അപ്പൊ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ ഏതിനു സാധിച്ചു എന്നാണ് പറയുന്നത്? സോഷ്യലിസ്റ്റ് പാറ്റേണിന് സാധിച്ചു. അതേപോലെ യു ഷുഡ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദ പ്രോസസ് ഓഫ് നേഷൻ ബിൽഡിംഗ് ഈസ് നോട്ട് യെറ്റ് കംപ്ലീറ്റ്. പക്ഷേ ഇന്നും നമ്മളുടെ നാഷൻ ബിൽഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ രാജ്യനിർമ്മാണ പ്രക്രിയ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. You should keep in mind that the process of nation building is not yet complete. രാജ്യനിർമ്മാണ പ്രക്രിയ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ this is one reason why we cannot and should not say anything much with finality about the process. Instead, we should now turn to the process of nation building at the economic level. അപ്പൊ ഇപ്പോഴും നമ്മുടെ രാജ്യനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഇപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഈ പ്രക്രിയയെക്കുറിച്ച് നിശ്ചിതമായ വിധികൾ പറയാൻ കഴിയില്ല. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ നടക്കുന്ന രാജ്യനിർമ്മാണ പ്രക്രിയയിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പൊ എക്കണോമിക്കൽ ആയിട്ടുള്ള നാഷൻ ബിൽഡിങ്ങിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോഷ്യലിസ്റ്റ് പാറ്റേൺ. അപ്പൊ സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാല് അസമത്വങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് മാതൃകയിലൂടെ രാജ്യത്തെ നിർമ്മിക്കുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? സോഷ്യലിസ്റ്റ് പാറ്റേൺ.
അത് എങ്ങനെയൊക്കെയാണ്? അത് മാത്രമല്ല, അത് എന്ത് കുറയ്ക്കാൻ സഹായിക്കും? വിഭജന പ്രക്രിയ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്ന എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളെയും അതിൽ ഉൾപ്പെടുത്തുന്നതിനും കഴിയുന്നു. ഇതാണ് സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ളതാണ് സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ. സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ. എന്താണ് സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് സാമ്പത്തിക തലത്തിലുള്ള തന്ത്രം. സാമ്പത്തികമായ തലത്തിലുള്ള തന്ത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ. ദ സെക്കൻഡ് മേജർ സ്റ്റെപ്പ് taken by the political leadership was the economic reassurance of the country. രാഷ്ട്രത്തിന്റെ പുനർജീവനത്തിന് രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ട രണ്ടാമത്തെ പ്രധാന നടപടിയാണ് എക്കണോമിക് അഥവാ സാമ്പത്തിക വികസനമായിരുന്നു. ദ സെക്കൻഡ് മേജർ സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വാസ് ദ എക്കണോമിക് റീഷുഗറൻസ് ഓഫ് ദ കൺട്രി. അതായത് രാഷ്ട്രത്തിന്റെ പുനർജീവനത്തിന് രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ട രണ്ടാമത്തെ പ്രധാന നടപടിയാണ് സാമ്പത്തിക വികസനം. അപ്പോൾ നമ്മൾ പറഞ്ഞു അതായത് സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ, അതായത് സാമ്പത്തിക തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അതായത് നമുക്കറിയാം ഈ എക്കണോമിക് ലെവൽ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സാമ്പത്തിക മേഖല ഈ നാഷൻ ബിൽഡിങ്ങിനെ എഫക്റ്റ് ചെയ്തുകൂടി എന്ന് അതിൽ നോക്കണം നമുക്ക്. കാരണം നമ്മൾ സ്ട്രാറ്റജി അറ്റ് ദ പൊളിറ്റിക്കൽ ലെവൽ മനസ്സിലാക്കി കഴിഞ്ഞു, അതിൽ വരുന്ന പോയിന്റ്സ് മനസ്സിലാക്കി, കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യലിസ്റ്റ് പാറ്റേണും. അടുത്ത പോയിന്റ്സ് ആണ് നമുക്ക് സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ. അപ്പൊ സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ എന്ന് പറയുമ്പോൾ ആ എക്കണോമിക് ലെവലുമായി എന്തൊക്കെ തന്ത്രങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് സാമ്പത്തിക തലത്തിലുള്ള തന്ത്രങ്ങളെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് മേജർ സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വാസ് ദ എക്കണോമിക് റീസർജൻസ് ഓഫ് ദ കൺട്രി. രാഷ്ട്രത്തിന്റെ റീസർജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പുനർജീവനം, രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണം. അപ്പോൾ രാഷ്ട്രത്തിന്റെ പുനർജീവനത്തിന് രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ട രണ്ടാമത്തെ പ്രധാന നടപടിയാണ് സാമ്പത്തിക വികസനം. ദ സെക്കൻഡ് മേജർ സ്റ്റെപ്പ് ടേക്കൺ ബൈ ദ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വാസ് ദ എക്കണോമിക് റീസർജൻസ് ഓഫ് ദ കൺട്രി. രാഷ്ട്രത്തിന്റെ പുനർജീവനത്തിന് രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ട രണ്ടാമത്തെ നടപടിയാണ് എക്കണോമിക് ലെവൽ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിൽ വരുന്നതായിരുന്നു ഏതൊക്കെ? കോൺസ്റ്റിറ്റ്യൂഷനും സോഷ്യലിസ്റ്റ് പാറ്റേണും. ഇനി രണ്ടാമത്തെ ശരിക്കും നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യന്റെ മെയിൻ 2 പോയിന്റ് ഇത് രണ്ടുമാണ് കേട്ടോ. സ്ട്രാറ്റജി അറ്റ് പൊളിറ്റിക്കൽ ലെവലിൽ വരുന്നതാണ് ഈ 2 സബ് പോയിന്റുകൾ. പിന്നെ സ്ട്രാറ്റജി അറ്റ് എക്കണോമിക് ലെവൽ എന്ന് പറയുമ്പോൾ എന്താണ്? രാഷ്ട്രത്തിന്റെ പുനർജീവനത്തിന് രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ട രണ്ടാമത്തെ പ്രധാന നടപടിയാണ് എക്കണോമിക് ഡെവലപ്മെന്റ്. Any political regime gain legitimacy when it can satisfies the needs of the people. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് ഏത് രാഷ്ട്രീയ സംവിധാനത്തിനും നിയമസാധുത ലഭിക്കുന്നത്. എനി പൊളിറ്റിക്കൽ റെജിം ഗെയിൻസ് ലെജിറ്റമസി. എന്താണ് ലെജിറ്റമസി എന്ന് പറഞ്ഞാൽ? നിയമസാധുത. when it can satisfy the needs of the people. ജനങ്ങളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈഡ് നിറവേറ്റപ്പെടുമ്പോഴാണ് എന്ത് ലഭ്യമാകുന്നത്? അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് ഏത് രാഷ്ട്രീയ സംവിധാനത്തിനും നിയമസാധുത ലഭിക്കുന്നത്. And any political regime gain legitimacy when it can satisfy the need of the people. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് രാഷ്ട്രീയ സംവിധാനത്തിന് എന്ത് ലഭിക്കുക? ലെജിറ്റമസി ലഭിക്കുന്നത്. The satisfaction of the people in turn depend upon availability of goods to be distributed. അതേപോലെ തന്നെ ജനങ്ങളുടെ സംതൃപ്തി വസ്തുക്കളുടെ ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു.
The satisfaction of the people in turn depend upon availability of goods to be distributed. അതായത് ജനങ്ങളുടെ സംതൃപ്തി എന്തിന്റെ ലഭ്യതയെ ആശ്രയിക്കുന്ന പറയുന്നത് വസ്തുക്കളുടെ ലഭ്യതയെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക എന്നത്. അതായത് ഹെൻസ് ദ ഫസ്റ്റ് ടാസ്ക് ഫോർ ദ ഇന്ത്യൻ സ്റ്റേറ്റ് വാസ് ടു ബി ബിൽഡ് ദ എക്കോണമി. ഇപ്പൊ രാഷ്ട്രത്തിന്റെ പുനർജീവനത്തിന് രാഷ്ട്രീയ നേതൃത്വം കൈക്കൊണ്ട രണ്ടാമത്തെ പ്രധാന നടപടിയാണ് സാമ്പത്തിക വികസനം. ജനങ്ങളുടെ നീഡ്സുകൾ സാറ്റിസ്ഫൈഡ് ചെയ്യുമ്പോഴാണ് ഏത് രാഷ്ട്രീയ സംവിധാനവും എന്തായിത്തീരുന്നത്, നിയമസാധുത ലഭിക്കുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് ഏത് രാഷ്ട്രീയ സംവിധാനത്തിനും നിയമസാധുത ലഭിക്കുന്നത്. മാത്രമല്ല ജനങ്ങളുടെ സംതൃപ്തി വസ്തുക്കളുടെ ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായിരുന്നു സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുക എന്നത്, ശക്തിപ്പെടുത്തുക. ഹെൻസ് ദ ഫസ്റ്റ് ടാസ്ക് ഫോർ ദ ഇന്ത്യൻ സ്റ്റേറ്റ് വാസ് ടു ബിൽഡ് ദ എക്കോണമി. ദിസ് വാസ് മോർ ഇൻ ദ ലൈറ്റ് ഓഫ് ബാഡ് ഷേപ്പ് ഓഫ് ഇന്ത്യൻ എക്കോണമി അറ്റ് ദ ടൈം. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നായിട്ടാണ് എന്തിനെ കാണുന്നത്, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനെ കാണുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യവസ്ഥയുടെ സ്വഭാവത്തോടും അവസ്ഥയോടും ഇത് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ദ കൊളോണിയൽ പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് were largely based on exploitation of the raw material available in India cheapest possible rate to be used by industry in Britain. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയിലെ മൂലധന വസ്തുക്കൾ കുറച്ച് വിലക്ക് ചൂഷണം ചെയ്യപ്പെടുകയും അവ ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇപ്പൊ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലെ ഇന്ത്യയിലെ പല റോ മെറ്റീരിയൽസ് അഥവാ മൂലധന വസ്തുക്കളും എന്ത് ചെയ്തിരുന്നു, വില കുറച്ച് ചൂഷണം ചെയ്യപ്പെടുകയും അവ ബ്രിട്ടനിലെ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. കാരണം ബ്രിട്ടീഷുകാര് ഇവിടുത്തെ വസ്തുക്കൾ വില കുറച്ച് വാങ്ങിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവരവിടെ കൊണ്ടുപോയിട്ട് വിദേശത്ത് കൊണ്ടുപോയിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റും. എന്നിട്ട് നല്ല ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റിയിട്ട് അത് എവിടെ തന്നെ കൊടുന്ന് വിൽക്കുക ചെയ്യുക, ഇവിടെ തന്നെ കൊടുന്ന് വിൽക്കുകയാണ് ചെയ്യുക. അപ്പൊ അത്തരത്തില് അങ്ങനെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആര് ചൂഷണം ചെയ്തിരുന്നു, ബ്രിട്ടീഷുകാര് ചൂഷണം ചെയ്തിരുന്നു. ഇന്ത്യയെ ഒരു വിപണി സ്ഥലമായിട്ടാണ് അവര് ഉപയോഗിച്ചത്. അവിടെ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റൊഴിക്കുകയായിരുന്നു. ഇന്ത്യ വാസ് യൂസ്ഡ് ടു മാർക്കറ്റ് പ്ലേസ് ഫോർ ദ ഫിനിഷ്ഡ് ഗുഡ്. ദ റിസൾട്ട് ഓഫ് ദ പോളിസി വാട്ട് ദ ഇൻഡസ്ട്രി ഡിഡ് നോട്ട് ഡെവലപ്പ് ഇൻ ദ കൺട്രി. അപ്പോൾ ഇന്ത്യയിലുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ വില കുറച്ച് വാങ്ങിക്കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റി അത് ഇവിടുത്തെ ആളുകൾക്ക് വലിയ വിലയ്ക്ക് വിൽക്കാനാണ് ആര് ശ്രമിച്ചിരുന്നത്, ബ്രിട്ടീഷുകാർ ശ്രമിച്ചിരുന്നത്. അങ്ങനെ ഇന്ത്യൻ വിപണിയെ അവര് മാക്സിമം എന്ത് ചെയ്തു, ഇന്ത്യൻ വിപണിയെ മാക്സിമം അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ഇന്ത്യ വാസ് യൂസ്ഡ് ആസ് മാർക്കറ്റ് പ്ലേസ് ഫോർ ദിയർ ഫിനിഷ്ഡ് ഗുഡ്. അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു വിപണിയായിട്ടാണ് ഇന്ത്യൻ വിപണിയെ കണ്ടിരുന്നത്. ദ റിസൾട്ട് ഓഫ് ദ പോളിസി ഓഫ് ഇൻഡസ്ട്രി ഡിഡ് നോട്ട് ഡെവലപ്പ് ഇൻ ദ കൺട്രി. ഇതിന്റെ റിസൾട്ട്, അനന്തരഫലം എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ വ്യവസായങ്ങള് വളർച്ച ഇല്ലാതാകുന്നതിന് കാരണമായി. The result of the policy of the industry did not develop in the country. നമ്മുടെ രാജ്യത്തെ വ്യവസായങ്ങൾ വളരാതിരിക്കാൻ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഒരു രീതി കാരണമായി തീർന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെ അത് എന്ത് ചെയ്യപ്പെടുത്തുകയും ചെയ്തു, തടസ്സപ്പെടുത്തുകയും ചെയ്തു. ദ ലിറ്റിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഡ്യൂ ടു ഇമ്പോർട്ടൻസ് ഇൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ്. അതേപോലെ തന്നെ എന്താണ്, അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലൂടെ കാണുമ്പോൾ പോലും ഇന്ത്യയുടെ വ്യാവസായിക മേഖല തകർന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലിറ്റിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ദാറ്റ് ടുക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ വാസ് ഡ്യൂ ടു ഇമ്പോർട്ടൻസ് ഇൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ദ ഡിഡ് നോട്ട്
അറ്റ് ഓൾ ഹെൽപ്പ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്ത് യാതൊരുവിധ സാമ്പത്തിക വികസനവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ചെറിയ വ്യവസായം പോലും നശിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തെ അത് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. അതേപോലെ അങ്ങനെ ഫോർമുലേഷൻ ഓഫ് 5-year പ്ലാൻ ഫോർ റെഗുലേറ്റിംഗ് ദ എക്കണോമിക് ആക്ടിവിറ്റി വാസ് വൺ സച്ച് സ്റ്റെപ്പ്. അങ്ങനെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയെ പുതുക്കി പണിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിന്നെ എന്തിന് രൂപം കൊടുത്തത്? 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതി. അപ്പൊ ബ്രിട്ടീഷുകാർ നമ്മുടെ വിഭവങ്ങൾ പരമാവധി ഇവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുപോയി ലോ പ്രൈസിന് കൊണ്ടുപോയിട്ട് അവര് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റി ഇവിടെയുള്ള ആളുകളെ കൊണ്ട് അമിതമായ വിലയ്ക്ക് വാങ്ങിപ്പിച്ചു. അങ്ങനെ ഇന്ത്യൻ വ്യവസായ മേഖല ആകെ തകരാൻ കാരണമായി. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തിന് രൂപം കൊടുക്കാൻ ശ്രമിച്ചത്? 5-year പ്ലാൻ, പഞ്ചവത്സര പദ്ധതി എന്ന് പറയും. 5-year plans for regulating economic activity was one such step. For the purpose of Government of India established the Planning Commission. അങ്ങനെ പഞ്ചവത്സര പദ്ധതിക്ക് രൂപം കൊടുത്തു ആര്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരു പഞ്ചവത്സര പദ്ധതിക്ക് രൂപം കൊടുത്തു. അങ്ങനെ ദ പ്ലാനിംഗ് പ്രോസസ് ഈസ് നോട്ട് മെയർലി ആൻ എക്കണോമിക് ആക്ടിവിറ്റി. പ്ലാനിംഗ് പ്രോസസ്സ് ഒരിക്കലും ഒരു സാമ്പത്തിക പ്രവർത്തനം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. ദ പ്ലാനിംഗ് പ്രോസസ് ഈസ് നോട്ട് മെയർലി ആൻ എക്കണോമിക് ആക്ടിവിറ്റി, ഇറ്റ് ഈസ് ആൾസോ എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. പ്ലാനിംഗ് പ്രോസസ്സ് ഒരു സാമ്പത്തിക പ്രവർത്തനമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. The Planning Commission not only decided about which sector has to produce how much, it also allocated project to various states. This is where political decisions have to be made. Let us take a concentrate. അതേപോലെ തന്നെ അപ്പോൾ പ്ലാനിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് പ്രവർത്തനത്തിനായിരുന്നില്ല, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഏത് മേഖലയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവർക്ക് തീരുമാനിക്കുന്നതിന് പുറമെ വിവിധ സംസ്ഥാനങ്ങൾക്കും പദ്ധതികൾ വകയിരുത്തുന്നത് പരിഗണന കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. ഇതാണ് രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായെങ്കിലും ആ പ്ലാനിംഗ് കമ്മീഷൻ സാമ്പത്തിക പ്രവർത്തനത്തിന് മാത്രമായിരുന്നില്ല ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായിരുന്നു. മാത്രമല്ല എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു പ്രത്യേകമായ തീരുമാനത്തിലൊന്നും എത്തിയിരുന്നില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനം, ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, രാഷ്ട്രീയ തീരുമാനത്തിലൂടെ ഒരു തീരുമാനത്തിലെത്താനാണ് ശ്രമിച്ചിരുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ സാമ്പത്തിക പ്രവർത്തനത്തിനല്ല, പൊളിറ്റിക്കൽ ആക്ടിവിറ്റിക്കാണ് പ്രാധാന്യം കൊടുത്തത്. മാത്രമല്ല എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നത് പോലും എങ്ങനെയാണ് ചിന്തിച്ചത്? ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ആയിട്ടാണ് ചിന്തിച്ചത്. സപ്പോസ് ദ ഗവൺമെന്റ് ഡിസൈഡ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റീൽ പ്ലാന്റ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അവര് എന്താണ് ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിട്ട് ആദ്യം നടത്തിയ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? അതായത് സപ്പോസ് ദ ഗവൺമെന്റ് ഡിസൈഡ് ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റീൽ പ്ലാന്റ്. ഒരു സർക്കാർ ഒരു സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന്റെ നേതൃത്വത്തിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ല ഇമ്പോർട്ടൻ്റ് കൊടുത്തത്, പൊളിറ്റിക്കൽ ആക്ടിവിറ്റിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് അവരെടുത്തത്. അതിന് ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ട് എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് ചിന്തിക്കുകയും അങ്ങനെ ഒരു സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. സപ്പോസ് ഗവൺമെന്റ് ഡിസൈഡ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റീൽ പ്ലാന്റ്. It is not only in terms of the economic valuability of location of a steel plant that a decision is made. അതേപോലെ തന്നെ ഒരു സ്റ്റീൽ ഫാക്ടറി എവിടെ സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾ മാത്രം പരിഗണിക്കുന്നതല്ല. മാത്രമല്ല
It is not only in terms of economic valuability of location of a steel plant that decision is made. വെറും ഒരു സാമ്പത്തിക കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ ഒരു സ്റ്റീൽ പ്ലാന്റ് നിർമ്മിക്കുമ്പോൾ അതിന്റെ എന്തൊക്കെ നോക്കണം എന്നാ പറയുന്നത്. The commission take into account the cost and benefit in economic terms, and it also consider the decision in terms of possible ഓഫ്സെറ്റിംഗ് റീജിയണൽ ഇംബാലൻസ് ഇൻ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി. വെറും സാമ്പത്തികപരമായ കാര്യങ്ങൾ മാത്രമല്ല അതിൽ നോക്കേണ്ടത്. പിന്നെ എന്തൊക്കെ തീരുമാനിക്കണം ഒരു സ്റ്റീൽ പ്ലാന്റ് പണിയുമ്പോൾ? അതിൻ്റെ ചെലവ്, ലാഭം, അനുപാതം, അങ്ങനെ സാമ്പത്തിക ആവശ്യങ്ങള്, പ്രാദേശിക അസമത്വം കുറയ്ക്കാനുള്ള സാധ്യതകൾ. കാരണം സ്റ്റീൽ പ്ലാന്റ് ഒക്കെ നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ആ പ്ലാന്റ് നിർമ്മിക്കുന്ന പരിസരത്തൊന്നും ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പൊ അത്തരം കാര്യങ്ങളും കൂടി പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ത് തുടങ്ങിയത് എന്നാ പറയുന്നത്, സ്റ്റീൽ പ്ലാന്റ് തുടങ്ങിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ നമുക്ക് പറയാനുള്ളത്, സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെറും സാമ്പത്തിക മേഖലയ്ക്ക് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്, പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്നു. അങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊടുത്തത്. പഞ്ചവത്സര പദ്ധതിക്ക് ആര് രൂപം കൊടുത്തത്? പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊടുത്തത്. അങ്ങനെ പ്ലാനിംഗ് കമ്മീഷന്റെ നേതൃത്വത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന ചിന്ത ഉയർന്നു വന്നു. അങ്ങനെ അവര് ഒരു സ്റ്റീൽ പ്ലാന്റ് 5 ഇയർ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു സ്റ്റീൽ പ്ലാന്റ് ആണ് ആദ്യം രൂപീകരിച്ചത്. അങ്ങനെ ആ സ്റ്റീൽ പ്ലാന്റ് പക്ഷെ അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എക്കണോമിക്കലായിരുന്നില്ല, പൊളിറ്റിക്കലായിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എവിടെ നിർമ്മിക്കണം, അതിന് എത്ര ചെലവ് വരും, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, സൈഡ് എഫക്റ്റ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ആ സ്റ്റീൽ പ്ലാന്റ് രൂപം കൊടുക്കാൻ ശ്രമിച്ചത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്ട്രാറ്റജി അറ്റ് ദ എക്കണോമിക് ലെവൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫോഴ്സസ് വിച്ച് ചലഞ്ച് നാഷൻ ബിൽഡിംഗ് എഫേർട്ട്. രാഷ്ട്ര നിർമ്മാണത്തിന് വെല്ലുവിളിയാകുന്ന ഫോഴ്സസുകൾ ഏതൊക്കെയാണ്? ഫോഴ്സസ് വിച്ച് ചലഞ്ച് നാഷൻ ബിൽഡിംഗ് എഫേർട്ട്, അതായത് രാഷ്ട്ര നിർമ്മാണത്തിന് വെല്ലുവിളിയാകുന്ന ഘടകങ്ങൾ. ആ 3 പോയിന്റ്സ് ഞാൻ പറയാം, പിന്നെ നമുക്ക് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട്സ്, റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി, കാസ്റ്റിസം. ഇത് ഓരോന്നും എന്താന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോഴ്സസ് വിച്ച് ചലഞ്ച് നാഷൻ ബിൽഡിംഗ് എഫേർട്ട്, അതായത് നാഷൻ ബിൽഡിങ്ങിന്, രാജ്യനിർമ്മാണത്തിന് ചലഞ്ച്, വെല്ലുവിളിയാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. 3 പോയിന്റ്സ് ഉണ്ട്. ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടൻസ്, റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി, കാസ്റ്റിസം. ഇങ്ങനെ 3 പോയിന്റുകളാണ് രാഷ്ട്ര നിർമ്മാണത്തിന് വെല്ലുവിളിയാകുന്ന ഘടകങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യം ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്താ എന്ന് പരിശോധിക്കാം. അതായത് ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടകങ്ങളുടെ വൈവിധ്യം. ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ വൈവിധ്യം. ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഘടകങ്ങളുടെ വൈവിധ്യം. ഇന്ത്യ ഈസ് എ ഹെട്രോജീനിയസ് സൊസൈറ്റി. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ഡൈവേഴ്സ് ഗ്രൂപ്പ്. The first potential threat to the Indian nation state lies in its plurality. The Indian society was and is divided in terms of religion, caste, language and ethnic origin. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യ ഈസ് എ ഹെട്രോജീനിയസ് സൊസൈറ്റി. ഇന്ത്യ ഒരു ഹെട്രോജീനിയസ് ഒരു വൈവിധ്യമാർന്ന ഒരു സമൂഹമാണ് ഏത്? നമ്മുടെ രാജ്യം. ഇന്ത്യ ഈസ് എ ഹെട്രോജീനിയസ് സൊസൈറ്റി. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈവിധ്യം നിറഞ്ഞ രാജ്യമാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ഡൈവേഴ്സ് ഗ്രൂപ്പ്. പലതരം വിഭാഗങ്ങൾ. ഡൈവേഴ്സ് ഓഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ഡൈവേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പലതരത്തിലുള്ള വിഭാഗങ്ങൾ ചേർന്ന ഒരു സമൂഹമായിട്ടാണ് എന്തിനെ കാണുന്നത്? ഇന്ത്യൻ സമൂഹത്തെ കാണുന്നത്. ദ ഇന്ത്യൻ സൊസൈറ്റി വാസ് ആൻഡ് ഡിവൈഡഡ് ഇൻ ടേംസ് ഓഫ് റിലീജിയൻ, കാസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് എത്നിക് ഒറിജിൻ. അതേപോലെ തന്നെ ഇന്ത്യൻ സമൂഹം മതം, ജാതി, ഭാഷ, അതേപോലെ തന്നെ വംശീയത തുടങ്ങിയ കാര്യങ്ങളിൽ വിഭജിച്ചിരിക്കുന്നത് ഇപ്പോഴും
അതൊക്കെ ഇതിലൊക്കെ ഇപ്പോഴും എന്തുതന്നെയാണ് വിഭജനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ്, പലതരത്തിലുള്ള വിഭാഗങ്ങൾ ചേർന്ന രാജ്യമാണ്. ഇന്ത്യൻ രാഷ്ട്രത്തിൻ്റെ സ്ഥിരതയ്ക്ക് ഈ വൈവിധ്യങ്ങൾ പല വൈവിധ്യങ്ങളാണ്. എന്തിൻ്റെയൊക്കെ കാര്യത്തിലുള്ളത്? സമൂഹത്തിൻ്റെ കാര്യത്തിലെ, മതത്തിൻ്റെ കാര്യത്തിലെ, ജാതിയുടെ കാര്യത്തിലെ, ഭാഷ, വംശീയത, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ് വിഭജിച്ചു ഡിവൈഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇവയെയൊക്കെ ഒരുമിച്ച് നിർത്തുക. അതായത് ദ ബ്രിട്ടീഷ് വെർ ഏബിൾ ടു സംവാട്ട് കൺട്രോൾ ദ ഡൈവേഴ്സ് ഗ്രൂപ്പ് by following the policy of pitting one group against the other. ബ്രിട്ടീഷുകാർക്ക് ഈ വിഭാഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചതിൽ ഒരു പ്രധാന മാർഗം ഒരു വിഭാഗത്തെ മറ്റൊന്നിനെതിരെ നിർത്തുന്ന നയം, ഡിവൈഡ് ആൻഡ് റൂൾ ആയിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമരകാലത്ത് വിവിധ വിഭാഗങ്ങൾ ഒന്നിച്ച് ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ഒന്നിച്ചെത്തിയപ്പോൾ വിഭജന പ്രവണതകൾ ശക്തമായി വ്യക്തമായിരുന്നു. The British were able to somewhat control the diverse group by following the policy of pitting one group against the other, but the divisive tendency were sharply manifested even during the nationalist movement when different groups apparently united removed the British rule from in India. പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഭരണം നടത്താൻ ശ്രമിച്ചത് എന്ത് രീതി സ്വീകരിച്ചുകൊണ്ടാണ്? ഡിവൈഡ് ആൻഡ് റൂൾ. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നിപ്പിച്ചിട്ടുള്ള ഭരണം. അങ്ങനെയാണ് അവർക്ക് ഇവിടെ ഭരണം നടത്താൻ കഴിഞ്ഞതെങ്കിലും ഈ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഈ പല വിഭാഗങ്ങളും എന്ത് ചെയ്യുക ചെയ്തത്? ഒരുമിച്ച് നിൽക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി അവര് ശ്രമിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ഇവിടെ എന്ത് നിലനിന്നിരുന്നു? വിഭജന പ്രക്രിയകൾ ശക്തമായി നിലനിന്നിരുന്നു, വിഭജന പ്രവണതകൾ ശക്തമായി വ്യക്തമായിരുന്നു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂളാണ് ഇവിടെ ഫോളോ ചെയ്തിരുന്നതെങ്കിലും ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ പീപ്പിൾസ് എല്ലാവരും ഒരുമിച്ച് ചേരുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും ഇവിടെ ഈ വിഭജന പ്രവണതകൾ എന്തായിരുന്നു? ശക്തമായി വ്യക്തമായിരുന്നു. One of the more serious challenges that Indian national leaders in India face even now is how to integrate the interest of the divergent group. ഇന്നും ഇന്ത്യൻ ദേശീയ നേതാക്കൾ, അതായത് വൺ ഓഫ് ദ മോർ സീരിയസ് ചാലഞ്ച് ദ ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് ഇൻ ഇന്ത്യ ഫേസ് ഈവൻ നൗ ഈസ് ഹൗ ടു ഇൻ്റഗ്രേറ്റ് ഇൻട്രസ്റ്റ് ദ ഡൈവേർജൻറ്റ് ഗ്രൂപ്പ്. ഇന്നും ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? വൈവിധ്യമാർന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ എങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാമെന്നതാണ് ഇന്നും നമ്മുടെ ദേശീയ നേതാക്കന്മാർ നേരിടുന്ന ഒരു വെല്ലുവിളി. കാരണം വൈവിധ്യങ്ങൾ നിറഞ്ഞ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അവരെയൊക്കെ ഒരു ബിന്ദുവിലേക്ക് എത്തിക്കുക എന്നത് എന്താണ്? ഒരു വെല്ലുവിളിയായിട്ടാണ് ഇന്ത്യൻ ലീഡേഴ്സ് കാണുന്നത്. അതായത് ഇന്നും ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി ഈ വൈവിധ്യമാർന്ന വിഭാഗങ്ങളെ എങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക്, ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരും എന്നതാണ്. മാത്രമല്ല പിന്നെ എന്താ പറയുന്നത്? വൺ ഓഫ് മോർ സീരിയസ് ചാലഞ്ച് ദാറ്റ് ഇന്ത്യൻ നാഷണൽ ലീഡേഴ്സ് ഇൻ ഇന്ത്യ ഫേസ് ഈവൻ നൗ ഈസ് ഹൗ ടു ഇൻ്റഗ്രേറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡൈവേർജൻറ്റ് ഗ്രൂപ്പ്. ഈച്ച് ഓഫ് ദം ഹാവ് ഇറ്റ് ഓവൺ ഡിസ്റ്റിങ്റ്റീവ് aspiration, history and way of life. Attempt to minimize confrontation between conflicting group do not always succeed. ഈ എല്ലാ വിഭാഗങ്ങൾക്കും തങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങളും ചരിത്രവും ജീവിതശൈലിയുമുണ്ട്. തമ്മിൽ ഏറ്റുമുട്ടൽ കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ എല്ലായ്പ്പോഴും വിജയിക്കണമില്ല. അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു പ്രധാന പരിഹാരമായിട്ടാണ് എന്ത് നടപ്പാക്കിയത്? ഇഗാലിറ്റേറിയൻ മോഡൽ. അതായത് ഇഗാലിറ്റേറിയൻ മോഡൽ ഓഫ് സൊസൈറ്റി. അപ്പം കാരണം ഒരു സമത്വാധിഷ്ഠിത സമൂഹം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഉള്ള ആളുകളൊക്കെ വിവിധ മതം, വിവിധ ജാതി, വിവിധ ഭാഷ, എല്ലാവരും വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ തമ്മിൽ ഒന്നിച്ചു നിർത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇതിന് പരിഹാരമായിട്ടാണ് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത്? ഇഗാലിറ്റേറിയൻ മോഡൽ. എന്താ ഇഗാലിറ്റേറിയൻ മോഡൽ എന്ന് പറഞ്ഞാൽ? സമത്വാധിഷ്ഠിത സമൂഹ മാതൃക.
ഇവരെ എല്ലാവരും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് നടപ്പാക്കാൻ ശ്രമിച്ചത്? ഇഗാളിറ്റേറിയൻ സൊസൈറ്റി. അപ്പോൾ ഒരു ഡൈവേഴ്സിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട്, അതായത് ഘടകങ്ങളുടെ ഈ വൈവിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആളുകൾ, ഓരോ ജനവിഭാഗങ്ങളും പല രീതിയിലും വ്യത്യസ്തരാണ്. ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. അപ്പൊ ആ ചലഞ്ചിന് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് നടപ്പാക്കിയത്? ഇഗാളിറ്റേറിയൻ മോഡൽ അഥവാ സമത്വാധിഷ്ഠിത സമൂഹം എന്ന മാതൃക ഇവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചത്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി. റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി എന്താണ്? റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി എന്നാൽ പ്രാദേശികവും സാംസ്കാരികപരമായ തിരിച്ചറിവുകൾ. പ്രാദേശികവും സാംസ്കാരികമായ തിരിച്ചറിവുകളെയാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. The task of nation building has also faced threat from regionalism. അതായത് രാജ്യനിർമ്മാണത്തിന്റെ പ്രക്രിയയ്ക്ക് റീജിയണലിസം വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. പ്രാദേശികവാദം എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രദേശാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റ് എന്തിന് ഭീഷണിയായിട്ടുണ്ട് എന്നാ പറയുന്നത്? നാഷണൽ ബിൽഡിങ്ങിന് വെല്ലുവിളിയായിട്ടുണ്ട്. The task of national building has also faced threat from regionalism. രാജ്യനിർമ്മാണ പ്രക്രിയയ്ക്ക് പ്രാദേശികവാദം എന്തായി മാറിയിട്ടുണ്ട്? ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. We find that national politics in our country is still marked by emergence of regional nationality. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയം ഇന്നും വിവിധ പ്രാദേശിക ദേശീയതകളുടെ ഉയർച്ച കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രം ഇന്നും വിവിധ പ്രാദേശിക ദേശീയതകളുടെ ഉയർച്ച കൊണ്ട് ഇന്നും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? സ്വാധീനിക്കപ്പെടുന്നുണ്ട്. വി ഫൈൻഡ് ദ നാഷണൽ പൊളിറ്റിക്സ് ഇൻ അവർ കൺട്രി ഈസ് സ്റ്റിൽ മാർക്ക്ഡ് ബൈ എമർജൻസ് ഓഫ് റീജിയണൽ നാഷണാലിറ്റീസ്. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ദേശീയ രാഷ്ട്രം ഇന്നും വിവിധ പ്രാദേശിക ദേശീയതകളുടെ ഉയർച്ച കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. This is quite evident in the formation of state in linguistic basis. ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് നിന്നും നമുക്കിത് മനസ്സിലാക്കാം. ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ, അതാണ് റീജിയണലിസം എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യനിർമ്മാണത്തിന് റീജിയണലിസം വലിയൊരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ദേശീയ രാഷ്ട്രം ഇന്നും വിവിധ പ്രാദേശിക ദേശീയതകളുടെ ഉയർച്ച കൊണ്ട് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. ഭാഷയെ അടിസ്ഥാനമാക്കി സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് ഇതിൽ നിന്നും വ്യക്തമാക്കാം. അപ്പോൾ നമുക്കറിയാം, it is also evident in demand by some regional identities such as Gorgaland and by some tribal for a separate Jharkhand state before November 2000. അതായത് ഗോർഗാലാൻഡ് ആവശ്യപ്പെട്ടതും ചില ഗോത്രവർഗങ്ങൾ 2000 നവംബറിലെ ജാർഖണ്ഡ് സംസ്ഥാനത്തെ ആവശ്യപ്പെട്ടതും ഇതിനുദാഹരണമാണ്. അപ്പോൾ റീജിയണലിസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രാദേശികവാദം, ഞങ്ങൾക്ക് സ്വന്തം പ്രദേശം വേണം, സ്വന്തമായിട്ട് സംസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു ആവശ്യത്തെയാണ് എന്ത് പറയുക? റീജിയണലിസം എന്ന് പറയുക. അപ്പോൾ അതിന് ഉദാഹരണമാണ് അവിടെ ഗോത്രവർഗക്കാരായിട്ടുള്ള ചില ഗോത്രവർഗക്കാർ 2000 ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കണം, ഗോർഗാ വിഭാഗം എന്നാ പറയുക. അപ്പൊ ആ ഗോർഗാ വിഭാഗക്കാരായിട്ടുള്ള ഗോത്രവർഗക്കാർ 2000 ജാർഖണ്ഡ് സംസ്ഥാനം ആവശ്യപ്പെട്ടതും എന്തിനു ഉദാഹരണമാണ്? ഈ റീജിയണൽ അതായത് റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റിക്ക് എക്സാമ്പിൾ ആണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ദ അജിറ്റേഷൻ സ്റ്റാർട്ടഡ് ബൈ ജാർഖണ്ഡ് മുക്തി മോർച്ച ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഇമ്പൽഡ് ടു എസ്റ്റാബ്ലിഷ് ജാർഖണ്ഡ് ആർ ഓട്ടോണമസ് കൗൺസിൽ ഇൻ 1995 ആൻഡ് ഫൈനലി ഫുൾ ഫ്ലഡ്ജഡ് സ്റ്റേറ്റ് ഇൻ November 2000. അപ്പോൾ എന്താ പറയുന്നത്? ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കെതിരെ ചിലപ്പോൾ ഇന്ത്യൻ സർക്കാർ വഴങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, ജാർഖണ്ഡിലെ തന്നെ 1995 ജാർഖണ്ഡിലെ ഒരു ഓട്ടോണമസ് കൗൺസിൽ സ്ഥാപിക്കുകയും 2000 നവംബറിൽ പൂർണ്ണ സംസ്ഥാനമായി രൂപീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. 1995 ഒരു ജാർഖണ്ഡിനെ ഒരു ഏരിയാസ് ഓട്ടോണമസ് കൗൺസിലാക്കി രൂപീകരിക്കുകയും പിന്നീടാണ് 2000 പൂർണ്ണമായും സംസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തത്.
അതേപോലെ തന്നെ യു ഷുഡ് നോട്ട് ടേക്ക് മീൻ ദാറ്റ് റീജിയണൽ ഐഡന്റിറ്റി ഷുഡ് നോട്ട് ബി എംഫസൈസ്ഡ്. അതേപോലെ തന്നെ പ്രാദേശിക തിരിച്ചറിവുകൾ അപകടകരമാണ് അർത്ഥമല്ല, പക്ഷെ പ്രാദേശിക തിരിച്ചറിവുകൾ ഊന്നി പറയരുതെന്ന് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ പ്രത്യേകം രാജ്യം വേണമെന്ന് സംസ്ഥാനം വേണമെന്ന് പറയുന്നത് എന്തല്ല, അപകടകരം അല്ലെങ്കിലും ചില തിരിച്ചറിവുകൾ ഊന്നി പറയുന്നത് ഇവിടെ എന്ത് ചെയ്യാണ്. ഇപ്പൊ ജാർഖണ്ഡിനെ നമ്മൾ ഈ റീജിയണലിസത്തിന് ഉദാഹരണമായിട്ടാണ് നമ്മൾ എന്ത് ചൂണ്ടിക്കാണിച്ചത്, ജാർഖണ്ഡിനെ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഉള്ള പ്രാദേശികപരമായിട്ടുള്ള പ്രത്യേകം നമുക്കറിയാം ആന്ധ്ര സംസ്ഥാനത്ത് നിന്നും വീണ്ടും രൂപീകൃതമായതാണ് തെലുങ്കാന അല്ലെ. അപ്പൊ അങ്ങനെ തെലുങ്കാന പ്രത്യേകം സംസ്ഥാനം വേണമെന്ന് ഭാഷയുടെ അടിസ്ഥാനത്തിൽ, തെലുങ്ക് ഭാഷയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം സംസ്ഥാനം വേണമെന്ന് മുറവിളി കൂട്ടിയതിനെ തുടർന്നാണ് ഒരു തെലുങ്കാന സംസ്ഥാനം രൂപീകൃതമായത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രത്യേകം സംസ്ഥാനങ്ങൾക്കായിട്ടുള്ള ആ ഒരു വെല്ലുവിളിയെ അല്ലെങ്കിൽ അതിന്റെ ആവശ്യത്തെയാണ് എന്ത് പറയുന്നത്, റീജിയണൽ ആൻഡ് കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് കാസ്റ്റിസം. എന്താണ് കാസ്റ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് കാസ്റ്റിസം എന്ന് പറയുമ്പോൾ the issue of casteism in national politics has been discussed again and again by number of people. ദേശീയ രാഷ്ട്രീയത്തിൽ ജാതീയത എന്ന പ്രശ്നം നിരവധി ആളുകളും പൊതുപ്രവർത്തകരും അതേപോലെ തന്നെ പണ്ഡിതരായ വ്യക്തികളും പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ദ ഇഷ്യൂ ഓഫ് കാസ്റ്റിസം ഇൻ നാഷണൽ പൊളിറ്റിക്സ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ എ നമ്പർ ഓഫ് പീപ്പിൾ, പബ്ലിക് മെൻ, സ്കോളേഴ്സ് ആൻഡ് ലേമെൻ അലൈക്ക്. ദേശീയ രാഷ്ട്രീയത്തിൽ ജാതീയത എന്ന പ്രശ്നം നിരവധി ആളുകളും പൊതുപ്രവർത്തകരും പണ്ഡിതരും വ്യക്തികളും പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ജാതി എന്നത് ഇന്ത്യൻ സമൂഹത്തെ വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. അതേപോലെ തന്നെ കാസ്റ്റ് ഈസ് വൺ ഓഫ് ദ മോർ ഡിസ്റ്റിങ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇറ്റ്സ് റോൾ ഇൻ ദ പൊളിറ്റിക്കൽ സ്ഫെയർ ഓഫ് റീസെന്റ് ഒറിജിൻ. അപ്പൊ ജാതി എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തെ വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. രാഷ്ട്രീയ രംഗത്ത് ജാതിയുടെ പങ്ക് പകുതിയാണ്. എന്നാൽ ഇന്ന് ജാതി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയ അഭിപ്രായങ്ങളുടെ അടിത്തറയായിട്ട് ഇന്ന് എന്ത് മാറിയിട്ടുണ്ട്, ജാതി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് വരെ മതി, റീസെന്റ് ഒറിജിൻ വരെ മതി കേട്ടോ. ദ ഇഷ്യൂ ഓഫ് കാസ്റ്റിസം ഇൻ നാഷണൽ പൊളിറ്റിക്സ് ഹാസ് ബീൻ ഡിസ്കസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ നമ്പർ ഓഫ് പീപ്പിൾ, പബ്ലിക് മെൻ, സ്കോളേഴ്സ് ആൻഡ് ലേമെൻ അലൈക്ക്. ദേശീയ രാഷ്ട്രീയത്തിൽ ജാതി എന്ന പ്രശ്നം നിരവധി ആളുകളും പൊതുപ്രവർത്തകരും പണ്ഡിതന്മാരും വ്യക്തികളും പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ജാതി എന്നത് ഇന്ത്യൻ സമൂഹത്തെ വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. കാസ്റ്റ് ഈസ് വൺ ഓഫ് ദ മോർ ഡിസ്റ്റിങ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തെ വേർതിരിക്കുന്ന, ജാതി എന്നത് ഇന്ത്യൻ സമൂഹത്തെ വേർതിരിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. മാത്രല്ല രാഷ്ട്രീയ രംഗത്ത് ജാതിയുടെ പങ്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ്, പകുതിയാണ്. It is widely observed that caste has become major basis for political articulation. അപ്പോൾ ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ ഇന്ത്യൻ സമൂഹത്തിന് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ ജാതീയത എന്ന പ്രശ്നം നിരവധി ആളുകളും പൊതുപ്രവർത്തകരും പണ്ഡിതരായ വ്യക്തികളൊക്കെ ചർച്ച ചെയ്തിരുന്നു. ജാതി എന്നത് ഇന്ത്യൻ സമൂഹത്തെ വേർതിരിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ജാതിയുടെ പങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് രാഷ്ട്രീയ രംഗത്ത് ജാതിയുടെ പങ്ക് പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ജാതി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തുടങ്ങിയൊക്കെ ഒരു ചില സാഹചര്യങ്ങളിൽ രാഷ്ട്രീയത്തിൽ അതൊരു അടിത്തറയായിട്ട് മാറാനും കാരണമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാസ്റ്റിസത്തെ കുറിച്ച് നമുക്കതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. 4 പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. ലിംഗിസം, കമ്മ്യൂണലിസം, സോഷ്യൽ ഇൻഈക്വാലിറ്റി, റീജിയണൽ ഡിസ്പാരിറ്റി. അതെന്താ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ കുട്ടികളെ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എന്താണ്, നാഷണൽ ഇൻ്റഗ്രേഷൻ, ദേശീയ ഐക്യം എന്നൊക്കെ പറയും. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്സ്, അതായത് അതിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് പോയിന്റ്സുകളാണ് ലിംഗിസം, കമ്മ്യൂണലിസം, സോഷ്യൽ ഇൻഈക്വാലിറ്റി, റീജിയണൽ ഡിസ്പാരിറ്റി.
അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷനിലെ ഫസ്റ്റ് പോയിന്റാണ് ലിംഗ്വിസം, ഭാഷാവാദം എന്ന് പറയും. ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള വാദത്തെയാണ് നമ്മൾ ഭാഷാവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ ഈ ഭാഷാപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഭാഷാ പക്ഷപാതം എന്നാണ് പറയുക. ലിംഗ്വിസം എന്ന് പറഞ്ഞാൽ ഭാഷാ പക്ഷപാതം, അതായത് ചില ഭാഷകൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, മറ്റ് ചില ഭാഷകളെ അവഗണിക്കുക. അത്തരത്തിലുള്ളൊരു ടെൻഡൻസിയെയാണ് എന്ത് പറയുന്നത്, ഭാഷാ പക്ഷപാതം. ഇന്ത്യ ഈസ് എ മൾട്ടി ലിംഗ്വിസ്റ്റിക് നാഷൻ, അതായത് ഇന്ത്യ ഒരു ബഹുഭാഷ രാജ്യമാണ്. ഇന്ത്യ ഈസ് എ മൾട്ടി ലിംഗ്വിസ്റ്റിക് നാഷൻ. ഇന്ത്യ ഒരു ബഹുഭാഷാ രാജ്യമാണ്. ലാംഗ്വേജ് ഹാസ് ബിക്കം സ്പെഷ്യലി സിൻസ് ഇൻഡിപെൻഡൻസ് എ പവർഫുൾ സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ. അതേപോലെ തന്നെ ഭാഷ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന ശക്തമായ ഒരു മാർഗമായി മാറി. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് നാഷനാണ്, ബഹുഭാഷാ രാജ്യമാണ്. മൾട്ടി ലിംഗ്വിസ്റ്റിക് പറഞ്ഞാൽ എന്താണ്, ബഹുഭാഷാ രാജ്യം, നാഷൻ. ഇന്ത്യ ഈസ് എ മൾട്ടി ലിംഗ്വിസ്റ്റിക് നാഷൻ. ലാംഗ്വേജ് ഹാസ് ബിക്കം സ്പെഷ്യലി സിൻസ് ഇൻഡിപെൻഡൻസ് എ പവർഫുൾ സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷൻ. എന്നാൽ ഭാഷാ രാഷ്ട്രീയം പ്രകടിപ്പിക്കുന്ന ശക്തമായ ഒരു മാർഗമായി മാറി. അങ്ങനെ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ സൗത്ത് particularly in Tamil Nadu, language sentiments have been propagated among the people for getting power within state politics. അതായത് തമിഴ്നാട്ടിൽ ഭാഷാ സംബന്ധമായ വികാരങ്ങൾ വളർത്തി സർക്കാർ അധികാരം പിടിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഭാഷാ സംബന്ധമായിട്ടുള്ള ഒരു വികാരം ആളുകളിൽ ചെലുത്തിയിട്ട് സർക്കാർ അവരുടെ പവർ അഥവാ അധികാരം പിടിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങളെയാണ് എന്ത് പറയുക, ലിംഗ്വിസം എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഇത് ലാംഗ്വേജ് പ്രോബ്ലം ഓഫ് ടു ആസ്പെക്ട്, നേമിലി ഭാഷാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ട് വശങ്ങളാണുള്ളത്. അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് ദ ലെവൽ സ്കൂൾ, കോളേജ് ആൻഡ് പബ്ലിക് സർവീസ് എക്സാമിനേഷൻ. സ്കൂളുകളെ, കോളേജുകളെ, പൊതുസേവന പരീക്ഷകളെ എന്നിവയിലെല്ലാം പഠനമാധ്യമമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ അപ്പോൾ ഭാഷാ സംബന്ധമായിട്ട് പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത്. ഭാഷാ പക്ഷപാതം എന്ന് പറയുമ്പോൾ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് ഭാഷാ പക്ഷപാതം ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിന്നിരുന്നത്. ഒന്ന് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് ഈ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ പഠനമാധ്യമവുമായി ബന്ധപ്പെട്ടതാണ്. എവിടൊക്കെ, സ്കൂളുകളിലും കോളേജുകളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകളിലും പഠനമാധ്യമവുമായി ഏത് ഭാഷയാണ് യൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, മീറ്റിംഗ് ദ ഡിമാൻഡ് ഓഫ് നോൺ ഹിന്ദി ആൻഡ് ഹിന്ദി സ്പീക്കിംഗ് റാഡിക്കൽ. ഹിന്ദിയും ഹിന്ദി അല്ലാത്ത സംസ്ഥാനങ്ങളിലെ ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടത്. ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങളാണ് ഭാഷാപരമായിട്ട് ഇവിടെ നിലനിന്നിരുന്നത്. സ്കൂളുകളിലും കോളേജുകളിലും പബ്ലിക് സർവീസ് കമ്മീഷൻ പോലുള്ള മേഖലകളിലും ഏതു ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, പഠനമാധ്യമമായിട്ട് ഏത് ഭാഷ സ്വീകരിക്കണമെന്നും ഹിന്ദി ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിലും അല്ലാത്ത സംസ്ഥാനങ്ങളിലും ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത്. അങ്ങനെ റെസ്പോണ്ടിങ് ദ ഫസ്റ്റ് ആസ്പെക്ട്, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് എ 3 ലാംഗ്വേജ് ഫോർമുല. ഈ പ്രശ്നത്തിൻ്റെ ആദ്യ ഭാഗത്തെ നേരിടാൻ ഇന്ത്യൻ സർക്കാർ 3 ഭാഷാ ഫോർമുല കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യയിലെ ഭാഷാപരമായിട്ട് രണ്ട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. എന്താണ്, സ്കൂളുകളിലും കോളേജുകളിലും പബ്ലിക് സർവീസ് കമ്മീഷനിലും ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊരു പ്രശ്നവും, ഹിന്ദി ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളിലും ഹിന്ദി ഭാഷ സംസാരിക്കാത്ത പ്രദേശങ്ങളിലും ഹിന്ദി സംസാരിക്കണം ഹിന്ദി ഉപയോഗിക്കണം എന്നൊരു തീരുമാനം, അങ്ങനത്തെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. അപ്പം അത്തരം പ്രശ്നങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടി, ഈ പ്രശ്നത്തിൻ്റെ നേരിടാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് 3 ലാംഗ്വേജ് ഫോർമുല. റെസ്പോണ്ടിങ് ദ ഫസ്റ്റ് ആസ്പെക്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് എ 3 ലാംഗ്വേജ് ഫോർമുല. 3 ലാംഗ്വേജ് ഫോർമുല പറഞ്ഞാൽ എന്താണ്, 3 ലാംഗ്വേജ് ഫോർമുല കൊണ്ടുവന്നു. എന്തൊക്കെയാണ് ആ 3 ലാംഗ്വേജ് ഫോർമുലയിൽ പറയുന്നത്?
ഫസ്റ്റ് വൺ, ടീച്ചിങ് ദ റീജിയണൽ ലാംഗ്വേജ് ഓർ മദർ ടങ് വെൻ ദ ലെറ്റർ ഈസ് ഡിഫറൻറ്റ് ഫ്രം ദ റീജിയണൽ ലാംഗ്വേജ്. അതായത് പ്രാദേശിക ഭാഷയോ മാതൃഭാഷയോ പഠിപ്പിക്കൽ. സ്കൂളുകളിൽ പ്രാദേശികമായിട്ട് ഒരു ഭാഷയും അതേപോലെ തന്നെ മാതൃഭാഷ, സ്വന്തം നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ നമ്മളുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളം നമ്മൾ പഠിക്കും അല്ലേ. അതേപോലെ ഒരു പ്രാദേശിക ഭാഷയോ മാതൃഭാഷയോ പഠിപ്പിക്കണം എന്നുള്ളത് കമ്പൽസറി ആക്കി. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ച 3 ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 3 ഫോർമുല എന്നാണ് അതിന് പറയുക. ആ 3 ഫോർമുല എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷയോ മാതൃഭാഷയോ പഠിപ്പിക്കല്, പിന്നെ ഹിന്ദി സംസാരിക്കാത്ത പ്രദേശങ്ങളിൽ ഹിന്ദി പഠിപ്പിക്കല്, ഹിന്ദി പ്രദേശങ്ങളിൽ മറ്റൊരു ഇന്ത്യൻ ഭാഷ പഠിപ്പിക്കല്. ഇപ്പം നമുക്കറിയാം കേരളീയർ ഹിന്ദി സംസാരിക്കാറില്ല, അതുകൊണ്ട് കേരളത്തിലൊക്കെ നമുക്ക് ഹിന്ദി എന്നൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അല്ലേ. അതേപോലെ ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വേറൊരു ഭാഷ പഠിപ്പിക്കലുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു അപ്പോൾ കാരണം ഇന്ത്യ ഒട്ടാകെ ഹിന്ദി കമ്പൽസറി ആക്കണം എന്നായി. ഹിന്ദി ഭാഷ എല്ലാവരും സംസാരിക്കണം എന്നാണ് ആദ്യം നിർദ്ദേശിച്ചതെങ്കിലും പക്ഷെ അത് പല പ്രശ്നങ്ങൾ കൊണ്ടും സ്വന്തം ഭാഷ മാതൃഭാഷ പഠിക്കാൻ അനുമതി കൊടുക്കുകയും ഒപ്പം എന്തും കൂടി പഠിക്കണമെന്ന് ശുപാർശ ചെയ്ത് ഹിന്ദി ലാംഗ്വേജും കൂടി പഠിക്കാമെന്ന് ശുപാർശ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പിന്നെ ഏത് ഭാഷയും കൂടി പഠിക്കണം? ഇംഗ്ലീഷ് ഭാഷ, ദേശീയ, അതായത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ഭാഷ, വെസ്റ്റേൺ കൾച്ചർ. അങ്ങനെ 3 ഭാഷാ രീതിയാണ് ഇവിടെ നടപ്പാക്കിയത്. മാതൃഭാഷ പഠിക്കണം, നാഷണൽ ലാംഗ്വേജ് പഠിക്കണം, അതേപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പഠിക്കണം. അങ്ങനെ മാതൃഭാഷ ഓർ അഥവാ പ്രാദേശിക ലാംഗ്വേജ്, റീജിയണൽ ഓർ മദർ ടങ് എന്ന് പറയും. അപ്പം മാതൃഭാഷ പഠിക്കണം, അതിനോടൊപ്പം ഈ കമ്പൽസറി ആയിട്ട് ഏത് ലാംഗ്വേജ് പഠിക്കണം? ഹിന്ദി ലാംഗ്വേജ് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഏതും കൂടി പഠിക്കണം എന്ന് നിർബന്ധം വന്നു. ഇംഗ്ലീഷ് ഓർ അനദർ മോഡേൺ യൂറോപ്യൻ ലാംഗ്വേജ്, ഇംഗ്ലീഷോ അതല്ലെങ്കിൽ യൂറോപ്യൻ ലാംഗ്വേജിൽ പെട്ട ഏതെങ്കിലും ഒന്ന് പഠിക്കണം. ഇങ്ങനെയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലും എഴുതാമെന്ന് ശുപാർശ ചെയ്തത്. ഈ കാര്യത്തിനെയാണ് ലിംഗ്വിസം എന്ന് പറയുന്നത്. അപ്പം ദേശീയ നിലനിർത്തുന്നതിന് വേണ്ടി ഭാഷയെ ഭാഷാപരമായ പ്രശ്നം അവിടെ നിലനിന്നിരുന്നു. അത് തരണം ചെയ്യുന്നതിന് വേണ്ടി 3 ഫോർമുലകളാണ് കണ്ടെത്തിയത്. ഒന്ന്, മദർ ടങ്, നമ്മളുടെ മാതൃഭാഷ പഠിക്കാം. 2, ഹിന്ദി കമ്പൽസറി ആയിട്ട് പഠിക്കുക. അത് ഹിന്ദി ഭാഷ സംസാരിക്കുന്ന സ്ഥലങ്ങളിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കണം. അതേപോലെ തന്നെ 3-മതായിട്ട് ഇംഗ്ലീഷോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ ലാംഗ്വേജോ പഠിക്കണം. ഇങ്ങനെയാണ് ഏത് പോയിന്റിനെ വ്യക്തമാക്കുന്നത്? ലിംഗ്വിസം, അതായത് ഭാഷാപക്ഷപാതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റാണ് കമ്മ്യൂണലിസം. എന്താണ് കമ്മ്യൂണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാമുദായികത. കമ്മ്യൂണലിസം സാമുദായികത എന്ന് പറയും. Broadly defined, communalism refers to the tendency of any socio-religious group to maximize its economic, political and social strength at the cost of other group. അതായത് കമ്മ്യൂണലിസം എന്ന് നമ്മൾ അതിനെ വിപുലമായി പറഞ്ഞാൽ ഒരു മത, സാമ്പത്തിക, സാമൂഹിക വിഭാഗം തൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് കൂട്ടായ്മകളുടെ വിലക്കലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ആ രാഷ്ട്രത്തിൻ്റെ ആശയത്തോട് വിരോധ പ്രതിഭാസമായി പെരുമാറുക. കാരണം ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. ആ ആശയത്തെ എങ്ങനെ പെരുമാറുക? അതിനെതിരായി പെരുമാറുമ്പോഴാണ് എന്ത് പറയുക? സാമുദായികത എന്ന് പറയുക. കാരണം നമ്മളിവിടെ ഒരു റിലീജിയനും പ്രത്യേക ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ പാടില്ല. എല്ലാവരും ഈക്വലാണ്. എല്ലാ മതത്തിനും അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്, ഒരു മതേതര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ പറയുമ്പോഴാണ് അതെന്തായി മാറുന്നത്? കമ്മ്യൂണലിസം, സാമുദായികത. Broadly defined, communalism refers to the tendency of any socio-religious group to maximize its economic, political and social strength at the cost of other group. അതായത് സാമുദായികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത, സാമ്പത്തിക, സാമൂഹിക വിഭാഗം തൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ള കൂട്ടായ്മകളെ വിലക്കുക, മറ്റുള്ള മതങ്ങളെ വിലക്കിക്കൊണ്ട് സ്വന്തം മതത്തെ മാത്രം ഉയർത്തിക്കാണിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. This tendency runs counter to the
notion of the secular nation state the Indian purports to be. Secularism in the Indian context is defined as the peaceful coexistence of all religions without state proportionate to any of them. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എപ്പോഴും സെക്യുലറിസത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇന്ത്യൻ മതനിരപേക്ഷത എന്നത് എല്ലാ മതങ്ങളെയും എല്ലാ മതങ്ങളുടെയും സഹായമില്ലാതെ സമാധാനപരമായിട്ട് സഹവർത്തിത്വം പുലർത്തുക എന്നതാണ്. രാജ്യം എല്ലാ മതങ്ങളെയും ഒരുപോലെ സമീപിക്കണം എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്യുലറിസം. അപ്പോൾ ആ സെക്യുലറിസത്തിന് വിരുദ്ധമായിട്ട് പറയുമ്പോഴാണ് എന്തായി മാറുക, അത് കമ്മ്യൂണലിസം ആകുക. അടുത്തതാണ് സോഷ്യൽ ഇൻഇക്വാലിറ്റി. വാട്ട് ഈസ് മീൻ ബൈ സോഷ്യൽ ഇൻഇക്വാലിറ്റി? സാമൂഹികമായ അസമത്വം. എവിടെയൊക്കെയാണ് സാമൂഹികമായ അസമത്വം കാണപ്പെടാറുള്ളത്? നമുക്കറിയാം, സോഷ്യൽ ഇൻഇക്വാലിറ്റി കാണപ്പെടുക പൊതുവെ നമുക്കറിയാം ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഇൻഇക്വാലിറ്റി കാണപ്പെടാറുണ്ട് അല്ലേ. അതൊരു സാമൂഹികമായ അസമത്വമാണ്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലുള്ള ഇൻഇക്വാലിറ്റി കാണപ്പെടാറുണ്ട്. തൊഴിൽ മേഖലകളിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റികളിൽ സോഷ്യൽ ഇൻഇക്വാലിറ്റി കാണപ്പെടാറുണ്ട്. അപ്പോൾ സാമൂഹിക അസമത്വം എന്ന് പറയുമ്പോൾ അത് പല രീതികളിലും നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടെൻഡൻസിയാണ് അത് സോഷ്യൽ ഇൻഇക്വാലിറ്റി. In every society there is a system of social stratification. Social stratification refers to inequality in society based on the unequal distribution of goods, service, wealth, power, prestige, duty, right, obligation and privilege. അതായത് എന്താണ് ഇൻഇക്വാലിറ്റി, സാമൂഹിക അസമത്വം എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്? അതായത് ഓരോ സമൂഹത്തിലും ഒരു സാമൂഹിക വ്യവസ്ഥ അഥവാ പദവി ഉണ്ടായിരിക്കും. എന്നാൽ സമൂഹത്തിൽ വസ്തുക്കളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും മാനത്തിൻ്റെയും കടമകളുടെയും അവകാശങ്ങളുടെയും എല്ലാം വിതരണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അസമത്വത്തെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ഇൻഇക്വാലിറ്റി. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തുല്യമായി വിതരണം ചെയ്യുക എന്നാണ്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമല്ലാത്ത വിധത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങള്? ഗുഡ്സ്, സർവീസ്, വെൽത്ത്, പവറ്, പ്രിസ്റ്റേജ്, ഡ്യൂട്ടീസ്, റൈറ്റ്, ഒബ്ലിഗേഷൻ ആൻഡ് പ്രിവിലേജ്. ഇതൊക്കെ അൺഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. അടുത്ത പോയിന്റാണ് റീജിയണൽ ഡിസ്പാരിറ്റി. പ്രാദേശികമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയും. റീജിയണൽ ഡിസ്പാരിറ്റി. The unequal development of different regions of India has negatively affected the character of national integration. അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളുടെ അസമാനമായിട്ടുള്ള വികസനം രാഷ്ട്രം ഐക്യത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുണ്ടായ നിരവധി സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ഈ അസമ വികസനമാണ് പ്രധാന കാരണം. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തിന് കാരണമായിട്ടുണ്ട്? ഇന്ത്യയുടെ വളർച്ചയ്ക്ക് റീജിയണൽ ഡിസ്പാരിറ്റി ഇന്ത്യയുടെ ഡെവലപ്മെന്റിന് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന് ഉദാഹരണമാണ് എന്തൊക്കെ? ഫോർ ഇൻസ്റ്റൻസ് ദ ഈസ്റ്റ് വെസ്റ്റ് ജാർഖണ്ഡ് മൂവ്മെന്റ് വിച്ച് ഇൻവോൾവ്ഡ് ട്രൈബൽ ഗ്രൂപ്പ് ഫ്രം ബീഹാർ, MP, ബംഗാൾ and Orissa stressed the backwardness of region among their issue. അതായത് ജാർഖണ്ഡ് പ്രസ്ഥാനം, ബീഹാർ, മധ്യപ്രദേശ്, ബംഗാള്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവർക്ക് ആദിവാസികൾക്കായിട്ട് പ്രത്യേകം സംസ്ഥാനം വേണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആവശ്യം ഉയർന്നു വന്നിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം സ്വന്തമായിട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇഷ്യൂ ഉണ്ടാക്കുമ്പോഴാണ് ആ സൊസൈറ്റിയിൽ എന്തുണ്ടാവുക? റീജിയണൽ ഡിസ്പാരിറ്റി, പ്രാദേശിക വ്യത്യാസം. അങ്ങനെ സ്വന്തം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുകയും സ്വന്തമായിട്ട് ഓരോ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ സൊസൈറ്റിയിൽ എന്തുണ്ടാകാറുള്ളത്? റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ടാകാൻ കാരണമാകുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തവർ വാദിച്ചത് എന്തായിരുന്നു? തങ്ങളുടെ പ്രദേശത്തെ സമ്പന്നമായ പ്രകൃതി വിഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുവെന്നും അത്
തങ്ങൾ പിന്നോക്കം തുടരുകയാണ് എന്നാണ്. അപ്പം ഇങ്ങനെ സ്വന്തം ഓരോ ഭാഗത്തേന് ഇങ്ങനെ സംസ്ഥാനമാക്കി വേറെ വേറെ തിരിക്കുമ്പോൾ അവർക്ക് മാത്രമാണ് അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗപ്പെടുക. അതിന് വേണ്ടിയിട്ടാണ് ഈ പല സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങൾക്കുള്ളിലുള്ള പ്രദേശങ്ങൾ തന്നെ എന്താവശ്യപ്പെടുന്നത്, പ്രത്യേകം സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അങ്ങനെ പ്രാദേശികമായിട്ട് ഓരോ പ്രദേശങ്ങളും അവർക്ക് സ്വന്തമായിട്ട് സ്റ്റേറ്റ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് ഇവിടെ എന്തു പറയുന്നത്, റീജിയണൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ പ്രദേശങ്ങളെ, ജാർഖണ്ഡ്, അതേപോലെ തന്നെ പിന്നെ ഇവിടെ ബംഗാള്, ഒറീസ, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ അവർക്ക് പ്രത്യേകം സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ഏതിന് ഉദാഹരണമാണ്, റീജിയണൽ ഡിസ്പാരിറ്റിക്ക് എക്സാമ്പിളാണ്. അപ്പം നാഷണൽ ഇൻ്റഗ്രേഷൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻ്റഗ്രേഷൻ പ്രോസസ്സിന് ബാധിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ് ഏതിനെ ചൂണ്ടിക്കാണിക്കുന്നത്, ലിംഗിസം, കമ്മ്യൂണലിസം, സോഷ്യൽ ഇനീക്വാലിറ്റി, റീജിയണൽ ഡിസ്പാരിറ്റി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം. എക്കോണമി ആൻഡ് സൊസൈറ്റി 14th യൂണിറ്റ്, ബ്ലോക്കിൽ 3rd 14ാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇനി കിടക്കുന്നത്. എക്കോണമി ആൻഡ് സൊസൈറ്റി അതിലെന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഓക്കെ.